ആരും കാണുന്നില്ലേ? ആരും കാണുന്നില്ലേ? ഹായ് പറ. ഹായ് ഹായ് ആക്ക്. അതാ നവമി ആന്റി അല്ല? ഇതാരാണ്? ഹായ് ആക്കി. ഇതാ മീത്ത മീത്ത അതാ മീത്ത. മതി മതി മതി. ഓക്കെ. Good evening. Good evening, ma'am. Good evening, ma'am. Good evening. Good evening, ma'am. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Okay, we can start. Okay, who is going to do prayer? Yes. ആരും ഇല്ല ഇന്ന് prayer? ഞാൻ ചൊല്ലാം. കരുണാതൻ കാതലേ കൈതൊഴാം, സ്നേഹക്കരളേ ദൈവമേ കൈതൊഴാം, മഹിമാതൻ കോവിലേ കൈതൊഴാം, മഹിതൻ വെളിച്ചമേ കൈതൊഴാം. ഒരു ചേറു കൈത്തിരി എന്തി ഞാൻ അരികിലായ അർച്ചനക്കെത്തവേ, അഖില പ്രകാണ്ഡ പ്രകാശമേ മാപ്പു നീ നൽകണേ ഈശ്വര. Okay. So what's next? Thought for the day signing play. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. No problem. From next week onwards, നിങ്ങളുടെ യൂഷ്വൽ ടൈമിൽ തന്നെയായിരിക്കും കേട്ടോ ക്ലാസ്.
എനിക്കൊരു ചെറിയൊരു ഹോസ്പിറ്റൽ എമർജൻസി വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ക്ലാസ് ഇങ്ങനെ മാറ്റിയത്. ഒരു ക്ലാസ് 8:30 ഉണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് 7 വെച്ചത്. അല്ലെങ്കിൽ കുറച്ചുകൂടെ 7:30 ഒക്കെ വെക്കാമായിരുന്നു. ഐ നോ ദാറ്റ് ദിസ് ഈസ് യുവർ പേഴ്സണൽ ടൈം. Anyway, okay, we can start. Where were we? Yes, please, where were we? ഫസ്റ്റ് ക്ലാസ് മാം റെക്കോർഡിനെ കുറിച്ചിട്ട് പറഞ്ഞത്. ഓക്കെ, റെക്കോർഡ് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയോ? 4 റെക്കോർഡ്സിന്റെ ഡീറ്റെയിൽസ് കിട്ടിയോ? കിട്ടി. ആൻഡ് വാട്ട് അബൌട്ട് സർവേ? സർവേയുടെ ഡീറ്റെയിൽസും കിട്ടി. ഓക്കെ, സോ പെൻഡിങ് വെക്കാതെ കുറേശ്ശെ ആയിട്ടാണെങ്കിലും അത് ചെയ്ത് തുടങ്ങുക കേട്ടോ. ബിക്കോസ് ലാസ്റ്റ് മൊമെന്റ് ആവുമ്പോൾ നിങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത ചില എമർജൻസി വന്നു പോയി കഴിഞ്ഞാൽ, എന്തെങ്കിലും പേഴ്സണൽ എമർജൻസി വന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും നമ്മുടെ വർക്കുകൾ ചെയ്യാൻ പറ്റില്ല. സോ കീപ് ഡൂയിങ്. അറ്റ്ലീസ്റ്റ് ഒരു പെർ ഡേ ഒരു 20 minutes ഒക്കെ ഒന്ന് സ്പെയർ ചെയ്ത് അത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഒന്ന് നോക്കി ഒന്ന് ചെയ്യുക. ഓക്കെ ഫൈൻ. സോ നമ്മളുടെ പോർഷൻസ് എവിടം വരെയായി? പാർട്ട് 3 സ്റ്റാർട്ട് ചെയ്തിട്ടില്ല മാം. ചെയ്തിട്ടാ മാം. പാർട്ട് 3 സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ ഫൈൻ. നിങ്ങൾക്ക് പാർട്ട് 3 ഏതെങ്കിലും സോറി മാം. പാർട്ട് 4 അശ്വതി മാം പിന്നെ മിൽറോസ് മാം 2 ചാപ്റ്റേഴ്സ് എടുത്തു മാം. ഓക്കെ, പാർട്ട് 3 ഒന്നും എടുത്തിട്ടില്ല ആരും? ഫസ്റ്റ് ചാപ്റ്റർ മോണ്ടിസോറിയുടെ അപർണ മാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ പാർട്ട് 3 യൂണിറ്റ് 3 ആയിരിക്കും എടുക്കുന്നത്. യൂണിറ്റ് 3, യൂണിറ്റ് 4, യൂണിറ്റ് 7 ആൻഡ് യൂണിറ്റ് 10 ഞാനായിരിക്കും എടുക്കുന്നത്. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്. സോ നമ്മൾ പാർട്ട് 3 യൂണിറ്റ് 3 പോവുകയാണ്. അപ്പൊ മറിയാം മോണ്ടിസോറിയുടെ പല കാര്യങ്ങളും നിങ്ങൾ കേട്ടു അല്ലെ? മറിയാം മോണ്ടിസോറി എങ്ങനെ ഈ മെത്തേഡ് ഡിസൈൻ ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. അത് കൂടുതൽ നിങ്ങളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് അതൊന്ന് അറിയാനായിട്ട് നോക്കുക. മറിയാം മോണ്ടിസോറി ഒരു ഈവൻ ദോ യൂറോപ്യൻ കൺട്രീസിലായിരുന്നെങ്കിൽ കൂടിയും അവർക്ക് അന്നത്തെ കാലത്ത് അവരുടെ ആ ഒരു കാലഘട്ടത്തില് പെൺകുട്ടികൾക്ക് എഡ്യൂക്കേഷൻ വളരെ കുറവ് ലഭിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. പ്രൊമോട്ട് ചെയ്യാറില്ല, പെൺകുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് പ്രൊമോട്ട് ചെയ്യാറില്ല. പക്ഷെ മറിയാം മോണ്ടിസോറിയുടെ ഫാമിലിയിൽ മറിയാം മോണ്ടിസോറിയുടെ പാരന്റ്സ് വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. അവർക്ക് ഭയങ്കര താല്പര്യമായിരുന്നു അവരെ മകളെ പഠിപ്പിക്കണം എന്നുള്ളതിന്. അങ്ങനെ ഇവർ ആദ്യം ഒരു ടെക്നിക്കൽ സൈഡിലാണ് ഇവർ ജോയിൻ ചെയ്തത്, ജസ്റ്റ് ലൈക്ക് എഞ്ചിനീയറിംഗ് പോലുള്ള ഒരു കോഴ്സ്. പക്ഷെ പിന്നെ അവർ അതിൽ നിന്നും മെഡിക്കൽ ഫീൽഡിലേക്ക് തിരിയുകയാണ്. നമ്മുടെ MBBS പോലുള്ള കോഴ്സിലേക്ക് അവർ തിരിയുവാണ്. പക്ഷെ അവിടെയും അവർക്ക് ചലഞ്ചസ് ഉണ്ടായിരുന്നു. അതായത് അവരുടെ ആ ഒരു ഗ്രൂപ്പിൽ, ആ ഒരു ബാച്ചിൽ അവരൊരു പെൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ബാക്കി മുഴുവനും ആൺകുട്ടികളായിരുന്നു. അപ്പൊ അവർക്ക് വളരെയധികം ചലഞ്ചസ് ആ സമയത്ത് അത് കാരണമുണ്ടായി. പ്രത്യേകിച്ചും അനാറ്റമി ലാബില് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അനാറ്റമി ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ബോഡിയെ പറ്റി ഫുൾ പഠിക്കുവാണല്ലേ. ഇന്റേണൽ ഓർഗൻസും എക്സ്റ്റേണൽ ഓർഗൻസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുവാണ്. സാധാരണ ഫിസിക്സ് സയൻസ് ഗ്രൂപ്പ് കുട്ടികളെ പോലെ ഒന്നുമല്ല. മെഡിക്കൽ സ്റ്റുഡൻസിന്റെ അനാറ്റമി ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിറയെ ഡെഡ് ബോഡീസ് ഉണ്ടാവും, കോപ്സ്, കെഡാവർ അല്ലെ, കോപ്സ് ഉണ്ടാവും. അപ്പൊ ഈ കോപ്സിനെ വെച്ചിട്ടാണ് അവർ പഠിക്കുന്നത്. പലപ്പോഴും നേക്ഡ് ആയിട്ടുള്ള കോപ്സ് ആയിരിക്കും, നേക്ഡ് ആയിട്ടുള്ള ഡെഡ് ബോഡീസ് ആയിരിക്കും. അപ്പോ ഇത്രയും ആൺകുട്ടികളുടെ കൂടെ ഇങ്ങനെ നേക്ഡ് ആയിട്ടുള്ള ഡെഡ് ബോഡീസിന്റെ അനാലിസിസും കാര്യങ്ങളും പഠിക്കുമ്പോൾ മറിയാം മോണ്ടിസോറിക്ക് വളരെയധികം ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടായിരുന്നു. മീൻസ് ചലഞ്ചസ് ഡെഫിനറ്റ്ലി. അങ്ങനെ അവർ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു നല്ല രീതിയിൽ തന്നെ. അവർക്ക് കൂടുതലും കുട്ടികളുടെ ഡെവലപ്മെന്റിൽ വർക്ക് ചെയ്യാനായിരുന്നു താല്പര്യം. അവര് അതിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ തുടങ്ങി. നമ്മളിപ്പോ പറയുന്ന പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റ് പോലെ തന്നെ അങ്ങനെ ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് ആ ഒരു ഇതിൽ അവര് സ്പെഷ്യലൈസ് ചെയ്യാൻ തുടങ്ങി. ആ ഒരു ടൈമിലാണ് അവരിങ്ങനെ വേൾഡ് വാറും 2 വേൾഡ് വാർ ഉള്ള സമയത്തും ഇവരുണ്ട്. അപ്പൊ ഇവർക്ക് ഭയങ്കര വേദനയായി വേൾഡ് വാറിന്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും. യൂത്തിനാണ് നാശം വരുന്നത് അല്ലെ. ഒരു വാർ നടക്കുന്ന സമയത്ത് ആ സോൾജിയേഴ്സ് ആയിട്ടുള്ളവരൊക്കെ യൂത്ത് ആയിരിക്കും. ഒരു കുടുംബത്തിന്റെ നാഥൻ ഒക്കെ ആയിരിക്കും നഷ്ടപ്പെടുന്നത്. കുട്ടികളുടെ അച്ഛനായിരിക്കും, ഏതെങ്കിലും പാരന്റ്സിന്റെ മകനായിരിക്കും നഷ്ടപ്പെടുന്നത്. ഒരു നല്ലൊരു ജനറേഷൻ യൂത്ത് നഷ്ടമാകുന്നു. അത് മാത്രമല്ല യുദ്ധം നടക്കുന്ന ഏരിയയിലെ ലൈഫിന് തന്നെ വളരെ തടസ്സങ്ങൾ സംഭവിക്കും. അതായത് കുറെ പേർക്ക് വീട് നഷ്ടപ്പെടും, കുറെ പേർക്ക് ബന്ധുക്കളെയൊക്കെ നഷ്ടപ്പെടും, പിന്നെ ജോലി നഷ്ടപ്പെടുന്നു, പിന്നെ ഹാൻഡിക്യാപ്ഡ് ആവുന്നു, കൈകാലുകൾ നഷ്ടപ്പെടുന്നു, അങ്ങനെ ജീവിക്കേണ്ടി വരുന്നു. മോണ്ടിസോറി വിചാരിച്ചു ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് വല്ലാത്തൊരു നഷ്ടമായിരിക്കും ലോകത്തിന് സംഭവിക്കുന്നത്. ഇനി ഇങ്ങനെ ഒരു യുദ്ധം നടക്കാതിരിക്കണമെങ്കിൽ
യുവതലമുറ തന്നെ വിചാരിക്കണം അല്ലെ. പക്ഷെ നമ്മൾക്കത് അഡൾട്ടിൽ ചെന്നിട്ട് അതിന് ഇന്റർവെൻഷൻ നടത്തിയിട്ട് കാര്യമില്ല. കുട്ടികളിൽ നിന്ന് തുടങ്ങണം. അവരുടെ ഉള്ളില് ലവ്, പീസ്, ഹാർമണി, ബ്രദർഹുഡ് അങ്ങനെയുള്ള നല്ല പോസിറ്റീവ് വാല്യൂസ് അവരുടെ ഉള്ളിൽ ഫില്ല് ചെയ്യണമെങ്കിൽ, ഓക്കെ, അങ്ങനെ അവരുടെ ഉള്ളിൽ വരണമെങ്കിൽ ചെറുപ്പത്തിലെ നമുക്കറിയാലോ, ചൊട്ടയുടെ ശീലം ചുടല വരെയല്ലെന്നല്ല അല്ലെ പറയുന്നേ. നമ്മൾ ചെറുപ്പത്തിൽ ശീലിക്കുന്നതായിരിക്കും നമ്മൾ ത്രൂ ഔട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. കൊച്ചു കുട്ടികളിലാണ് ഏറ്റവും ഇത് ഇന്റർവെൻഷൻ ചെയ്യാൻ നല്ലത്. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കതിരിന്മേൽ ചെന്ന് വളം വെച്ചിട്ട് കാര്യമില്ല എന്ന്. പ്രായമായവരെ അല്ലെങ്കിൽ അഡൽട്സിനെ പോയിട്ട് മനസ്സിലാക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല. കുട്ടികളിൽ നിന്ന് തുടങ്ങണം. അവരുടെ ഉള്ളിൽ നിറയെ സ്നേഹം നിറയണം, മറ്റുള്ളവരെ സഹായിക്കണം, മ്യൂച്വൽ ഹെൽപ്പ്, റെസിപ്രോക്കൽ ഹെൽപ്പ്, അങ്ങനെയുള്ള കുറെ ക്വാളിറ്റീസ് അവരുടെ ഉള്ളിൽ വരണം. അപ്പൊ അവരെ അതുപോലുള്ള ഒരു എൻവയോൺമെന്റിൽ കൂടെ അവരെ വളർത്തണം. അപ്പോഴാണ് അവരുടെ ഉള്ളിൽ നിറയെ ക്വാളിറ്റീസ് വരുന്നത്. അങ്ങനെയുള്ള കുട്ടികൾ അഡൽട്ട് ആവുമ്പോഴും അവരുടെ ഉള്ളിൽ ഇതുപോലുള്ള ക്വാളിറ്റീസ് ആയിരിക്കും, വളരെ പോസിറ്റീവ് വാല്യൂസ്. അവരൊരു യുദ്ധത്തെ പ്രൊമോട്ട് ചെയ്യാൻ എന്തായാലും വരില്ല. അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് മറിയാം മോണ്ടിസോറി ഇങ്ങനെ കുട്ടികളിൽ ഈ ഒരു മെത്തേഡ് നോക്കാം എന്ന് വിചാരിച്ചവർ പല രീതിയിലും. ഇപ്പൊ കുട്ടികളുടെ പല ഫീച്ചേഴ്സും അവരുടെ പല റെസ്പോൺസും എല്ലാം ഇവര് റിസർച്ച് ചെയ്തു, അനലൈസ് ചെയ്തു. പല സൈക്കോ അനാലിസ്റ്റുകളും പ്രപ്പോസ് ചെയ്ത പല തിയറീസ് ഒക്കെ ഉണ്ട്. നിങ്ങളുടെ പാട്ടുകൾ പഠിച്ചിട്ടുണ്ടാവും. ജീൻ പിയാഗെറ്റ്, എറിക് എറിക്സൺ, വിൻഡോസ്കി, ബ്രൂണർ, അങ്ങനെ കുറെ പേര്, ബണ്ടൂര, അവരൊക്കെ ഇങ്ങനെ കുട്ടികളിലെ പല ഡെവലപ്മെന്റ് സ്റ്റേജസിനെ കുറിച്ച് കുറെ ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ട്. അതുപോലെ സിഗ്മണ്ട് ഫ്രോയിഡ്, കുട്ടികളുടെ, ഇവരെല്ലാരും കുട്ടികളുടെ ഡെവലപ്മെന്റിനെ കുറിച്ച് അതെല്ലാം മറിയാം മോണ്ടിസോറി ഹെൽപ്പ് ചെയ്തു. മോണ്ടിസോറിയുടെ കാലഘട്ടത്തിൽ ഇവരൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്നു. അത് മറിയാം മോണ്ടിസോറി ഹെൽപ്പ് ചെയ്തു. അങ്ങനെ എല്ലാം അനലൈസ് ചെയ്ത് അവർക്ക് മനസ്സിലായി 3 to 6 years ഏജ് സ്പാൻ വരുന്ന കുട്ടികളിലാണ് ഈ ഒരു ഇന്റർവെൻഷൻ നടത്തിയാൽ ഏറ്റവും റിസൾട്ട് ഉണ്ടാകുക എന്നുള്ളത്. അങ്ങനെയാണ് അവർ മോണ്ടിസോറി മെത്തേഡ് 3 to 6 years കുട്ടികളിൽ അവർ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത്. ഇവർ ആദ്യം ചെയ്തത്, ഇവർ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലുമായിട്ട് കണക്ട് ചെയ്തിട്ട് കുറച്ച് സ്പെഷ്യൽ കുട്ടികളിലായിരുന്നു ഈ ഒരു ഇന്റർവെൻഷൻ ആദ്യം ചെയ്തത്, ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്തത്. അവർ ഡിസൈൻ ചെയ്ത പല മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള ആക്ടിവിറ്റീസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്തത് സ്പെഷ്യൽ കിഡ്സിലായിരുന്നു. ഏകദേശം 60 to 65 കുട്ടികൾ ഉണ്ടായിരുന്നു. സ്പെഷ്യൽ കിഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, സ്പെഷ്യൽ നീഡ്സ് ആവശ്യമുള്ളവർ അല്ലെ, ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ അല്ലെ. അപ്പൊ അവരിൽ അപ്ലൈ ചെയ്തു. അവരിൽ അപ്ലൈ ചെയ്തപ്പോൾ റിസൾട്ട് വളരെ അമേസിംഗ് ആയിരുന്നു. നല്ല റിസൾട്ട് വന്നത്. അവരുടെ ഡിസബിലിറ്റി എന്താണോ, അവരുടെ പോസിറ്റീവ് എവിടെയാണോ അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് അവർക്ക് കൊടുത്തു. അപ്പൊ റിസൾട്ട് വളരെ അമേസിംഗ് ആയിരുന്നു. അങ്ങനെ വന്നപ്പോൾ മറിയാം മോണ്ടിസോറി ചിന്തിച്ചു, ഇനി ആവുമ്പോൾ നോർമൽ കിഡ്സിൽ ഇത് ചെയ്താൽ റിസൾട്ട് കുറച്ചുകൂടെ. നോർമൽ കിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഡിസബിലിറ്റീസ് ഇല്ല, ബട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഡിഫോമിറ്റി ഉണ്ടെങ്കിൽ അതിനെ മേക്കപ്പ് ചെയ്യുന്ന രീതിയിൽ ആക്ടിവിറ്റീസ് ചേഞ്ച് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ അവർ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്താണ് മോണ്ടിസോറിയുടെ ഈ ഒരു രീതികൾ മനസ്സിലാക്കി ലോക്കൽ അതോറിറ്റീസ് അവിടെ ഒരു സ്ലം ഏരിയ ആയ സാൻ ലൊറൻസോയില് ഒരു ഡേ കെയർ, ഒരു ക്രഷ് വേണം, ക്രഷ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമോ എന്ന് മറിയാം മോണ്ടിസോറിയുടെ റിക്വസ്റ്റ് ചെയ്തത്. ലോക്കൽ അതോറിറ്റി മേ ബി കോർപ്പറേഷൻ, മേയർ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ഓക്കെ, അങ്ങനെ മറിയാം മോണ്ടിസോറി ഡിസ്കസ് ചെയ്തത് ഈ സ്ലം ഏരിയ, അറിയാലോ സ്ലം ഏരിയയിലെ ഒരു ലൈഫ് കൾച്ചർ എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അവര് പലപ്പോഴും ഫിനാൻഷ്യലി വളരെ പുവർ ആയിരിക്കും. പാരന്റ്സ് രണ്ടുപേരും എന്തെങ്കിലുമൊക്കെ ഒരു ലേബർ വർക്കിനൊക്കെ പോവായിരിക്കും, ജോലിക്ക്. രണ്ടറ്റവും കൂട്ടിമുട്ടാനായിട്ട് അവർ വളരെ കഷ്ടപ്പെടുന്നുണ്ടാവും. വളരെ പുവർ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. അപ്പൊ കുട്ടികള്, പാരന്റ്സ് രാവിലെ ഇങ്ങനെ ജോലി അന്വേഷിച്ചു പോവും. കുട്ടികൾ അവർക്ക് തോന്നിയ പോലെയൊക്കെ ആയിരിക്കും നടക്കുന്നത്. ഹൈജീനിക് വേ ഉണ്ടാവില്ല. അതുപോലെ തന്നെ അവർ ഭയങ്കര വയലന്റ് നേച്ചർ ആയിരിക്കും. തമ്മിത്തല്ലും ഭയങ്കര ബഹളവും അങ്ങനെയൊക്കെ കാണിക്കുമായിരിക്കും. ഒരു ഡിസ്റ്റർബിങ് ക്യാരക്ടർ ആയിരിക്കും. ഡിസ്ട്രോയിങ് നേച്ചർ ആയിരിക്കും. കൈ കിട്ടുന്നതൊക്കെ നശിപ്പിക്കുന്നത്. അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. ഓക്കെ, ഈ മറിയാം മോണ്ടിസോറി അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു അവർക്ക് സ്കൂൾ എന്ന് പറയാൻ ഇഷ്ടമല്ല, പക്ഷെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ സ്കൂൾ എന്ന് പറയുകയാണ്. ഒരു സ്കൂള് സ്റ്റാർട്ട് ചെയ്തു. ആ സ്കൂളിന് മറിയാം മോണ്ടിസോറി ഇട്ട പേര് കാസ ഡെ ബാംപിനി എന്നായിരുന്നു. അതൊരു ഇറ്റാലിയൻ വേർഡ് ആണ്. അതിന്റെ അർത്ഥം ചിൽഡ്രൻസ് ഹൗസ് എന്നാണ് കാസ ഡെ ബാംപിനിയുടെ മീനിങ്. ഓക്കെ, അങ്ങനെ ചിൽഡ്രൻസ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്കൂള് പോലെ സ്റ്റാർട്ട് ചെയ്തു. ഇനി നമുക്കറിയാം സ്കൂൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് റൂം ആയിരിക്കും, ബ്ലാക്ക് ബോർഡ് ഉണ്ടാവും. ഒരു ക്ലാസ്സിൽ കുട്ടികളെ കയറ്റി കഴിഞ്ഞാൽ റൂം ലോക്ക് ചെയ്ത് അതിനകത്ത് വെച്ച് പഠിപ്പിക്കലും അങ്ങനത്തെ രീതിയായിരുന്നു. പക്ഷെ മറിയാം മോണ്ടിസോറിയുടെ കാസ ഡെ ബാംപിനി ചിൽഡ്രൻസ് ഹൗസ് അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു.
അവിടെ ക്ലാസ് റൂമുകൾ ഇല്ലായിരുന്നു. അതിന് പകരം മറിയ മോണ്ടിസോറി ചെയ്തത് ഒരു മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് അവിടെ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അവിടെ ക്ലാസ് റൂമുകളില്ല, ഇഷ്ടംപോലെ വരാന്തയായിരുന്നു. ഔട്ട്സൈഡുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് അവിടെ വരാന്ത ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് അവിടെ നടക്കാമായിരുന്നു. ചൈൽഡ് ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ അവിടെ ഉള്ള ഓരോ മെറ്റീരിയൽസും നാച്ചുറൽ ആയിരുന്നു, റിയാലിറ്റിയുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. ആർട്ടിഫിഷ്യലും സിന്തറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. വുഡ് കൊണ്ടുള്ളതും ഗ്ലാസ് കൊണ്ടുള്ളതും നാച്ചുറൽ ഫൈബേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളായിരുന്നു ആ എൻവയോൺമെന്റിൽ ഉണ്ടായിരുന്നത്. മറിയ മോണ്ടിസോറി ഈ എൻവയോൺമെന്റിനെ 5 ഏരിയ ആയിട്ടാണ് തിരിച്ചത്. നിങ്ങളുടെ മോഡ്യൂൾ 3 5 പാർട്ടുകൾ ആ ഓരോ ഏരിയയെ കുറിച്ചാണ്. മോഡ്യൂൾ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാക്ടിക്കൽ സെഷൻ ആണ്. അതിന് തിയറി എക്സാം ഇല്ല, അത് പ്രാക്ടിക്കൽസ് ആണ്. ഓക്കെ, ആ മോഡ്യൂൾ 3 5 പാർട്ട് കാണാം. ഈ 5 പാർട്ടും മറിയ മോണ്ടിസോറി പ്രിപ്പയർ ചെയ്ത എൻവയോൺമെന്റിന്റെ 5 ഏരിയകളാണ്. അതിൽ ഫസ്റ്റ് ഏരിയയാണ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് നമ്മുടെ കിച്ചൺ തന്നെ. നമ്മൾ കിച്ചണിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാമാണ് പ്രാക്ടിക്കൽ ഈ ചിൽഡ്രൻസ് ഹൗസിലെ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിലുള്ളത്. അവിടെ കുട്ടികൾ മോപ്പ് ചെയ്യും, തുടയ്ക്കും, ജഗ്ഗില് വെള്ളം നിറയ്ക്കും, കണ്ടെയ്നറിൽ പൾസസ് ഫില്ല് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. പിന്നെ ജ്യൂസ് ഉണ്ടാക്കും, ലൈം ജ്യൂസ് ഉണ്ടാക്കും. പിന്നെ അതുപോലെ തന്നെ കുക്കീസ് ഉണ്ടാക്കും. അവർക്ക് ഓവൻ ഉണ്ടാവും, അവിടെ കുക്കീസ് ഉണ്ടാക്കും. അങ്ങനെ 3 to 6 ഇയേഴ്സിലെ കുട്ടികളാണ് ഇത് ചെയ്യുന്നതെന്ന് ഓർക്കുന്നത്. അപ്പൊ ജഗ്ഗിലൊക്കെ വെള്ളം നിറയ്ക്കുമ്പോൾ വാട്ടർ സ്പിൽ ഔട്ട് ആയി പോകാം. അപ്പൊ അതിനവർക്ക് അവിടെ നാപ്കിൻസ് നിറയെ വെച്ചിട്ടുണ്ടാകും. ആ നാപ്കിൻ എടുത്ത് അവർ നല്ലതുപോലെ അത് ക്ലീൻ ചെയ്തിട്ട് നാപ്കിൻ പിന്നെ ക്ലീൻ ചെയ്ത് മാറ്റി വെക്കും. അങ്ങനെയൊക്കെ യൂറോപ്യൻസ് പൊതുവെ ഇത് നാപ്കിൻസ് കുറെ യൂസ് ചെയ്തു ഇല്ലേ. അവർ ഡൈനിങ് സമയത്ത്, അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഇങ്ങനെ ബിബ് പോലെ കിട്ടുകയും ചെയ്യും. അവരവരുടെ ലാപ്പില് മടിയിൽ അതിങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടിട്ടാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്. അവർക്ക് കൈ തുടയ്ക്കാനും എല്ലാത്തിനും അവർക്ക് ടേബിളിൽ നിറയെ നാപ്കിൻസ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പൊ നാപ്കിൻ ഫോൾഡിങ് ഒരു ആക്ടിവിറ്റിയാണ് ഈ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ. അതുപോലെ തന്നെ നിറയെ മാറ്റ് ഉണ്ടായിരിക്കും. മാറ്റ് അല്ലേ നമ്മുടെ റഗ്, നമ്മുടെ ബാത്റൂം ഡോറിന്റെ ഫ്രണ്ടിലൊക്കെ ഇടുന്ന ആ സൈസിൽ വരുന്ന മാറ്റ്, അതുപോലുള്ള മാറ്റ് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിന്റെ എല്ലാ ഏരിയകളിലും റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ റോളിങ്ങും അൺറോളിങ്ങും പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിലെ ഒരു ആക്ടിവിറ്റിയാണ്. ഈ മാറ്റ് റോൾ ചെയ്യുന്നതും അൺറോൾ ചെയ്യുന്നതും. ഓക്കെ, ഇത് ഇവരിവരുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോൾ, നാപ്കിൻസ് ഫോൾഡ് ചെയ്യാൻ ഇവർ പഠിക്കുമ്പോൾ ഇവരിവരുടെ ഡ്രസ്സ് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഉണക്കിയ ഡ്രസ്സ് ഫോൾഡ് ചെയ്യാനായിട്ട് നമുക്ക് കുട്ടികളെ ഏൽപ്പിക്കാം നമ്മുടെ വീട്ടിൽ ആണെങ്കിൽ. പിന്നെ ഇതുപോലെ മാറ്റുകൾ റോൾ ചെയ്ത് വെക്കേണ്ട മാറ്റുകളാണെങ്കിൽ റോൾ ചെയ്യാം. ചില ബെഡ് റോൾ കിടന്നതിന് ശേഷം എണീറ്റ് കഴിയുമ്പോൾ റോൾ ചെയ്യുന്ന ടൈപ്പ് ബെഡ് ഉണ്ടല്ലോ, നമ്മൾ പായ നിലത്തിട്ടിട്ട് ഇരിക്കുമ്പോൾ കഴിയുമ്പോഴേക്കും അത് ചുരുട്ടി വെക്കില്ലേ, റോൾ ചെയ്യില്ല. അപ്പൊ ഈ റോളിങ് ഇവര് അപ്ലൈ ചെയ്യുന്നു അവരുടെ ലൈഫിൽ. ഓക്കെ, പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് വരുന്നത്. നമ്മൾ വിചാരിക്കും കുഞ്ഞുങ്ങള് ജഗ്ഗിലേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് സ്പിൽ ഔട്ട് ആയി പോകും. കുട്ടിയോട് എന്താ നമ്മൾ പറയുക, നീ ചെയ്യണ്ട, നീ ചെയ്തു കഴിഞ്ഞാൽ അവിടെ മുഴുവനും വെള്ളം വീഴും. അപ്പോഴേക്കും അവന്റെ ആ ഒരു സെൽഫ് എസ്റ്റീം നഷ്ടപ്പെടുക, കോൺഫിഡൻസ് ലെവൽ, ഓ ഐ എം ഗുഡ് ഫോർ നത്തിങ്, ഞാൻ ചെയ്ത എല്ലാം മോശമാവും, അങ്ങനെ ഒരു ഫീൽ. നമ്മൾ ചെയ്യുമ്പോഴും വെള്ളം തെറിച്ച് വീഴാറില്ലേ? ലെറ്റ് ദം, അവർ ചെയ്യട്ടെ. അതിന് അവർക്ക് ചെയ്യാൻ ചെറിയ ജഗ്ഗുകൾ കൊടുക്കുക, ചെറിയ പാത്രങ്ങൾ കൊടുക്കുക. ഒരു ഫണല് പ്രൊവൈഡ് ചെയ്താൽ അവരുടെ കോൺഫിഡൻസ് കൂടും. ഫണല് വെച്ചിട്ട് വെള്ളം നിറയ്ക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഭയങ്കര ഹാപ്പി ആകും. നമ്മൾ അഡൽട്സിന് എന്താ, നമ്മളോട് ആരെങ്കിലും ഒരു ജഗ്ഗിൽ വെള്ളം നിറച്ചിട്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മളെ സംബന്ധിച്ച് എൻഡ് റിസൾട്ട് ജഗ്ഗില് ഫില്ല് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമ്മളത് അത്ര ഇൻട്രസ്റ്റോടുകൂടി ചെയ്യുന്ന ആക്ടിവിറ്റി അല്ലേ. കാരണം നമ്മൾക്ക് എൻഡ് റിസൾട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ കുട്ടികൾ അവരുടെ ആ പ്രോസസ് അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. ഞാൻ ഇന്നൊരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് അവിടുത്തെ തിരക്ക് കാരണം മോൾക്ക് എന്തോ വാങ്ങാൻ അവൾ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പുറത്തിറങ്ങി നിന്നു. അപ്പൊ നോക്കുമ്പോ ഒരു അച്ഛനും ഒരു മോന് കൂടി വന്നു കഴിഞ്ഞാൽ 4 years അത്രയും കണ്ടേ ഉള്ളൂ. അപ്പൊ ഇവര് വാങ്ങിയ സാധനങ്ങൾ വെക്കാൻ ഇവരുടെ കയ്യില് ഇതില്ല, ക്യാരി ബാഗ് ഒന്നുമില്ല. അപ്പം സ്കൂട്ടറിലാണ് വന്നിരിക്കുന്നത്. കാരണം അച്ഛന്റെ തലയിൽ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് സ്കൂട്ടറാന്ന് എനിക്ക് മനസ്സിലായത്. അച്ഛന്റെ കയ്യിൽ 2 കവർ പാലുണ്ട്. ബാക്കി ഇരുന്ന സാധനങ്ങൾ കുട്ടി എടുക്കുക. ബാക്കി എന്തോ ഒരു പാക്കറ്റ്, ഒരു ലിറ്റിൽ ഹാർട്ട്സ് ഉള്ള ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അത് 2 ഉണ്ട്, ചെറിയ പാക്കറ്റ്. അത് കൂടാതെ ഒരു പേടയുടെ പാക്കറ്റ് ഉണ്ട്. ഇവന്റെ കൊച്ചു കൈയാണല്ലോ, ഈ ലിറ്റിൽ ഹാർട്ട്സ് ഉള്ള ബിസ്ക്കറ്റിന്റെ പാക്കറ്റ് 2 എടുത്തു. ഈ പേട അവൻ ഇങ്ങനെ 2 ഫിംഗേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ താങ്ങി എടുത്തേക്കുവാ. ബാക്കിയുള്ള ഫിംഗേഴ്സ് വെച്ചിട്ട് പേട ലിറ്റിൽ ഹാർട്ട്സ് ഉള്ള ബിസ്ക്കറ്റ് പിടിച്ചേക്കുന്നത്.
അപ്പൊ പെട്ടെന്ന് തന്നെ ഇവന്റെ കയ്യിൽ നിന്ന് ഈ പേടയുടെ പാക്കറ്റ് താഴെ വീണു. എനിക്ക് മോണ്ടിസോറി മെത്തേഡ് അറിഞ്ഞു. ഞാൻ എന്താ ഇവൻ ചെയ്യാൻ പോണേന്ന് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും. എനിക്ക് വേണമെങ്കിൽ എടുത്തു കൊടുക്കായിരുന്നു. എടുത്തൊന്നും കൊടുക്കില്ല. ഇവൻ എന്താ ചെയ്യണേന്ന് നോക്കുമായിരുന്നു ഞാൻ. നോക്കിയപ്പോ ഇവനെന്താ, അച്ഛൻ പറഞ്ഞു നീ എടുക്കണ്ട, ഞാൻ എടുത്തോളാന്ന് പറഞ്ഞപ്പോ ഇവൻ വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയാ, ഇല്ല ഞാൻ എടുത്തോളാം, സ്കൂട്ടർ വരെയും കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. കുറച്ച് ദൂരം എന്ന് വെച്ചാൽ കടയിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങി ഒരു 3-4 സ്റ്റെപ്സ് വെച്ച് അവരുടെ സ്കൂട്ടർ ഇരിക്കുക. അപ്പൊ സ്കൂട്ടറിന്റെ കുറച്ച് സീറ്റ് പോകുമ്പോൾ സ്പേസ് ഇല്ലേ, അവൻ പറയുന്നത് അതിലേക്ക് ഇട്ടാ മതിയല്ലോ, ഞാൻ എടുത്തോളാന്ന് പറഞ്ഞിട്ട് അവൻ അത് അഡ്ജസ്റ്റ് ചെയ്ത പേടയുടെ പാക്കറ്റ് നിലത്തുനിന്ന് ഫ്ലോറിൽ നിന്ന് അവൻ എടുത്ത് വളരെ സൂക്ഷിച്ചപ്പോ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ നോക്കുമ്പോ അച്ഛൻ സ്കൂട്ടറിന്റെ സീറ്റ് പൊക്കിയപ്പോഴേക്കും ഇവൻ അതെല്ലാം അതിന്റെ ഉള്ളിൽ വളരെ ഭദ്രമായിട്ടിട്ടു. അപ്പൊ കുട്ടികളുടെ ആ ഒരു ഡെവലപ്മെന്റ് അതാണ്. അപ്പൊ അവരെന്തെങ്കിലും ചെയ്യുമ്പോ നമ്മൾ ഓടിപ്പോയി അവരെ സപ്പോർട്ട് ചെയ്യരുത്. ലെറ്റ് ദം ഡു. മേ ബി സമയം എടുക്കുമായിരിക്കും അവർക്ക്. പിന്നെ വെള്ളം ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇത് സ്പിൽ ഔട്ട് ആയി പോയി കുഴപ്പമില്ല, അവിടെ ഇരിക്കുന്ന നാപ്കിൻ എടുത്ത് നീ തുടച്ചോളൂ എന്ന് പറഞ്ഞ് നമ്മളൊരു ടവൽ അവിടെ പ്രൊവൈഡ് ചെയ്താൽ മതിയല്ലോ, അല്ലെങ്കിൽ ഫണൽ കൊടുക്കാം. പിന്നെ കടല, പരിപ്പ് ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് വരുമ്പോഴേക്കും നമ്മൾ കണ്ടെയ്നറിൽ ഫില്ല് ചെയ്യുമല്ലോ. നമ്മൾ കുട്ടികളെ ആജുകൂലി ഏൽപ്പിക്കാം. എന്തായാലും നമ്മൾ 5 കിലോ കടലയൊന്നും വാങ്ങാൻ പോകുന്നില്ലല്ലോ. കൂടി വന്ന 1 kg പാക്കറ്റ് മാക്സിമം നമ്മൾ വാങ്ങുന്നത്. 1/2 kg 250 gram ഒക്കെ നമ്മൾ വാങ്ങാറുണ്ട്. കട്ട് ചെയ്തിട്ട് കുട്ടികളെ കൊണ്ട് തന്നെ കണ്ടെയ്നറിൽ ഫില്ല് ചെയ്യിക്കാം. അപ്പൊ നമുക്ക് അവരുടെ കോൺഫിഡൻസ് കൂടാൻ ഒരു കാര്യം നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. നല്ല നീറ്റ് ആയിട്ടുള്ള ട്രേ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ആ ട്രേയുടെ മുകളിൽ കണ്ടെയ്നർ വെച്ചിട്ട് അതിനകത്തേക്ക് ഈ പാക്കറ്റിൽ നിന്ന് കടല എടുത്ത് കടല കണ്ടെയ്നറിലേക്ക് ഫില്ല് ചെയ്യാം. തെറിച്ച് വീഴുന്നത് ട്രേയിലായിരിക്കും. അപ്പോൾ ട്രേയിൽ നിന്ന് അവൻ അത് പിക്ക് ചെയ്ത്, ട്രേയിൽ വീഴുമ്പോ അത് മോശമാവുന്നില്ലല്ലോ, നിലത്തൊക്കെ പോയാലല്ലേ അത് വേസ്റ്റ് ആവുന്നേ. ട്രേയിൽ നിന്ന് പിക്ക് ചെയ്ത് അവൻ ഈ കണ്ടെയ്നറിൽ വയ്ക്കാനായിട്ട് പറ്റും. അവന്റെ കോൺഫിഡൻസ് ലെവൽ കൂടും. പിക്ക് ചെയ്യുന്ന സമയത്ത് അവൻ കൗണ്ട് ചെയ്തോട്ടെ, അവന്റെ കൗണ്ടിങ്ങും കൂടുമല്ലോ. അങ്ങനെ കൗണ്ട് ചെയ്തിടാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ ചെയ്യാം. പിന്നെ നമുക്ക് സെൻസോറിയൽ ഏരിയ എന്നുള്ളത് രണ്ടാമത്തെ ഏരിയ. 5 ഏരിയ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. സെൻസോറിയൽ ഏരിയ ഉള്ളത് എത്ര സെൻസ് ഉണ്ട് നമുക്ക്? 5 സെൻസസ് അല്ലെ? ഏതൊക്കെയാ? ഐസ്, ഇയേഴ്സ്, നോസ്, ടച്ച്, എയർ, ഐ, ഓക്കെ. ഐസ് അല്ലെ? ഐസ് നമ്മുടെ ഇപ്പൊ ഈ പറഞ്ഞതെല്ലാം നമ്മുടെ സെൻസറി ഓർഗൻസ് ആണ്. നമുക്ക് ആ സെൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗൻസ്, ആ ഓർഗൻസ് വെച്ചിട്ടാണ് നമ്മൾ അത് സെൻസ് ചെയ്യുന്നത്. ഐസ് നമ്മൾ കാണുന്നത് അല്ലെ, വിഷ്വൽ സെൻസ്. ഇയർ നമ്മൾ കേൾക്കുന്നത്, ഓഡിറ്ററി സെൻസ്. നമ്മൾ സ്മെൽ ചെയ്യുന്നത്, നോസ്. നമ്മളുടെ ഓൾഫാക്ടറി സെൻസ്. നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നത്, ടേസ്റ്റ് ചെയ്യുമ്പോൾ ഗസ്റ്റേറ്ററി സെൻസ്. ദെൻ ടച്ച് ചെയ്യുന്നത് ടാക്ടൈൽ സെൻസ് അല്ലെങ്കിൽ കിനസ്തറ്റിക് സെൻസ് എന്നും പറയും. ഈ ടാക്ടൈൽ സെൻസ് തന്നെ നമ്മൾ അതിനെ വീണ്ടും സബ് ഡിവിഷൻസ് ആയിട്ട് വെച്ചിട്ടുണ്ടാവും. നമ്മൾക്ക് ടച്ച് ചെയ്യുമ്പോൾ റഫ്, സ്മൂത്ത് ആ ഒരു ഇത് മനസ്സിലാകും. റഫായിട്ടുള്ള ഇപ്പൊ ഒരു ക്ലോത്ത് തന്നെ വളരെ ഹാർഡായിട്ടുള്ള ചില ജൂട്ടിന്റെ ഒക്കെ ക്ലോത്ത് കുറച്ചൊരു റഫ്നെസ് ഉണ്ടാവും അല്ലെ. സിൽക്ക് എന്ന് പറയുമ്പോൾ ആ ഫാബ്രിക് വളരെ സ്മൂത്ത് ആയിരിക്കും. റഫ്, സ്മൂത്ത്. നിങ്ങൾക്ക് ടച്ച് ഫാബ്രിക്സ് ഉണ്ടാക്കാം കേട്ടോ. മെറ്റീരിയൽ മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്തൊരു മെറ്റീരിയൽ ആണ് ടച്ച് ഫാബ്രിക്. പക്ഷേ അത് ചെയ്യും, അതായത് ഒരു ഹാൻഡ് കർച്ചീഫിന്റെ വലിപ്പം മതി. അജിത ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഞാൻ പറയാനോ? അജിത ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് കളക്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു ടൈലറിംഗ് ഷോപ്പിൽ പോകുമ്പോൾ ഇവര് സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പോയ പീസസ് ബാക്കി ഉണ്ടാവില്ലേ. പക്ഷെ മേക്ക് ഷുവർ നാച്ചുറൽ ഫാബ്രിക് ആയിരിക്കണം, നാച്ചുറൽ ഫൈബേഴ്സ് കൊണ്ടുള്ള ഫാബ്രിക്. നാച്ചുറൽ ഫാബ്രിക്സ് പറയുമ്പോൾ സിൽക്ക്, കോട്ടൺ, ഇതിന്റെ മിക്സ്. കോട്ടൺ സിൽക്ക് ഉണ്ടല്ലോ, സിൽക്ക് കോട്ടൺ എന്ന് പറഞ്ഞിട്ട് അത് ചെയ്തെടുക്കാം. പിന്നെ കോട്ടണിൽ തന്നെ നമുക്ക് ജൂട്ട് ഉണ്ട്. അങ്ങനെ കോട്ടണിന്റെ പല വെറൈറ്റീസ് ഉണ്ടല്ലോ, അങ്ങനെ എടുക്കാം. പിന്നെ അങ്ങനെ നാച്ചുറൽ ഫാബ്രിക്സ് ഇത് ടൈലറിംഗ് ഷോപ്പിൽ നിന്ന് കിട്ടുവാണെങ്കിൽ അതിനെ നമുക്കൊരു കർച്ചീഫ് വലുപ്പത്തിലാക്കിയിട്ട് അതിന്റെ 4 സൈഡും നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഹാൻഡ് സ്റ്റിച്ച് ചെയ്യോ, അല്ലെങ്കിൽ എംബ്രോയിഡറി സ്റ്റിച്ച് ഒക്കെ അറിയാം, അങ്ങനത്തെ മെഷീനൊക്കെ ഉള്ളവർക്ക് അങ്ങനെയും ചെയ്ത് വെക്കാം. എങ്ങനെയാന്ന് വെച്ചാൽ അതൊന്ന് ഭംഗിയാക്കി വെക്കാം. അപ്പൊ ടച്ച് ഫാബ്രിക്സ് എന്ന് പറഞ്ഞിട്ട് മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് ലോ കോസ്റ്റിൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, കോട്ടണിൽ തന്നെ നമുക്ക് ജൂട്ട് ഉണ്ട്. ജൂട്ടൊക്കെ നാച്ചുറൽ ഫൈബർ ആണല്ലോ.
ജൂട്ട് കിട്ടും, അങ്ങനെ പോളിസ്റ്റർ സിന്തറ്റിക് അതൊന്നും എടുക്കണ്ട, കാരണം അതൊക്കെ സിന്തറ്റിക് അല്ല, മീൻസ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതാണ്, നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പൊ അങ്ങനെ ഒരു മെറ്റീരിയൽ നമുക്ക് ഡിസൈൻ ചെയ്യാം. പിന്നെ നമുക്ക് ടച്ച് ചെയ്ത് നമുക്ക് ടെക്സ്ചർ മനസ്സിലാകുന്നു അല്ലെ, റഫ് സ്മൂത്ത് എന്നുള്ള ടെക്സ്ചർ മനസ്സിലാവുന്നു. അത് കൂടാതെ പിന്നെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ അതിന്റെ വെയിറ്റ്, ദാറ്റ് ഈസ് ബാരിക് സെൻസ്. ഇതെല്ലാം ടാക്ടൈൽ സെൻസ്, ആ ടച്ച് ആ ഒരു കിനസ്തറ്റിക് സെൻസിൽ വരുന്ന കേട്ടോ. ബാരിക് സെൻസ്, അതിന്റെ വെയിറ്റ് മനസ്സിലാക്കുന്നത്. നെക്സ്റ്റ് തെർമിക് സെൻസ്, ടെമ്പറേച്ചർ. നമുക്ക് ബോട്ടിൽസ് ഉണ്ട് മോണ്ടിസോറി മെറ്റീരിയലില്. ബോട്ടിൽസ് എന്ന് പറഞ്ഞാൽ ഒരേ കൂടിയിരിക്കുന്ന ഗ്ലാസ് ബോട്ടിൽസ് ആണ്, വലിപ്പം കുറഞ്ഞിട്ട് ഇത്രയൊക്കെ ഉണ്ടാവുള്ളായിരിക്കും. ഈ ബോട്ടിൽസിൽ നമുക്ക് ഡിഫറെന്റ് ടെമ്പറേച്ചറിലുള്ള വെള്ളം ഫില്ല് ചെയ്തിട്ട് കുട്ടികളെ കൊണ്ട് ആ ബോട്ടിൽ ടച്ച് ചെയ്യിക്കാം. അപ്പൊ നമ്മളിത് സെറ്റ് ആയിട്ടാണ് വയ്ക്കുന്നത്. ഇപ്പൊ 4 ടൈപ്പ് ടെമ്പറേച്ചറിലുള്ള വെള്ളം ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് 4 ബോട്ടിൽ ഉണ്ടെന്ന് വിചാരിക്കാം. 4 ബോട്ടിലിൽ ഡിഫറെന്റ് ടെമ്പറേച്ചറിലുള്ള വെള്ളം ഫില്ല് ചെയ്യാം. സെയിം അതുപോലെ തന്നെ ഇരിക്കുന്ന 4 ബോട്ടിൽസ് വേറെ ഉണ്ട്. അപ്പൊ ടോട്ടൽ 8 ബോട്ടിൽസ്. അതിൽ 4 6 ആ 4 എണ്ണത്തിൽ ഒരേപോലെ 2 എണ്ണത്തിൽ ഒരേ ടെമ്പറേച്ചറുള്ള വെള്ളമായിരിക്കും. എന്നിട്ട് ടച്ച് ചെയ്ത് ബോട്ടിലിന്റെ പുറത്ത് തൊടുമ്പോൾ ആ ചൂട് മനസ്സിലാവുമല്ലോ. ടച്ച് ചെയ്തിട്ട് ഒരേ ടെമ്പറേച്ചർ വരുന്നതിനെ പെയർ ചെയ്യുക, അതാണ് ഒരു ആക്ടിവിറ്റി. ടെമ്പറേച്ചർ സെൻസ് ചെയ്തിട്ട് പെയർ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി, അത് ചെയ്യിക്കാം. ഒരേപോലുള്ള ഗ്ലാസ് ബോട്ടിൽസ് വേണം. അതിൽ തന്നെ നമുക്ക് നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം ഫില്ല് ചെയ്യാം. ലൂക്ക് വാം വാട്ടർ, ചെറിയ ചൂട്, നല്ല ചൂടുള്ള വെള്ളം ഫില്ല് ചെയ്യാം. കോൾഡ് വാട്ടർ ഫില്ല് ചെയ്യാം. കോൾഡ് വാട്ടറിലെ ഐസ്, ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുള്ള ഐസ് വാട്ടർ, കോൾഡ് വാട്ടർ ഫില്ല് ചെയ്യാം. ഇത് 4 എണ്ണത്തിലാക്കുക, അതേപോലെ തന്നെ 4 എണ്ണത്തിലാക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇത് കുട്ടികളോട് അത് തമ്മിൽ ടച്ച് ചെയ്ത് നോക്കി ടെമ്പറേച്ചർ മനസ്സിലാക്കിയിട്ട് പെയർ ചെയ്യാൻ പറയാം. ഈ ആക്ടിവിറ്റി ചെയ്യിക്കുമ്പോൾ, ടച്ച് ചെയ്തിട്ടുള്ള ഏത് ആക്ടിവിറ്റി ചെയ്യിക്കുമ്പോഴും ഏറ്റവും നല്ലത് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തിട്ട് കണ്ണടച്ചിട്ട് ചെയ്യിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ അവര് കുറച്ചുകൂടി ഷാർപ്പാകും, അവരുടെ കോൺസെൻട്രേഷൻ ലെവൽ കൂടും. ഞാൻ മോഡ്യൂൾ 3 കൂടെ ചേർത്തിട്ടാണ് നമ്മളുടെ പാർട്ട് 3യുടെ ക്ലാസ് എടുക്കുന്നത് കേട്ടോ. മനസ്സിലായോ? നിങ്ങൾ വിചാരിക്കും പാർട്ട് 3യിലെ ചാപ്റ്ററിൽ ഒന്നും ഞാൻ പറയണില്ലല്ലോ എന്ന്. കാരണം നിങ്ങളുടെ പ്രാക്ടിക്കൽ സെഷനും കൂടെ ആഡ് ചെയ്തിട്ടാണ് പാർട്ട് 3യിലെ ക്ലാസ് പോകുന്നത്. ഇത് കൂടാതെ തന്നെ പ്രാക്ടിക്കൽ സെഷൻ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മെറ്റീരിയൽസിന്റെ ഡെമോ ടീച്ചേഴ്സ് തരും. അതിന്റെ ഒപ്പം തന്നെ ഞാൻ നൈറ്റിലായിരിക്കും, നൈറ്റിൽ ഒരു 1.5 hours മോഡ്യൂൾ 3യുടെ ഒരു ബ്രീഫിംഗ് ഉണ്ടായിരിക്കും. നൈറ്റിൽ തരാൻ കാരണം നൈറ്റിലാവുമ്പോൾ പകല് ജോലിക്ക് പോണവർക്കൊക്കെ കയറാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ഒരു സെഷൻ എല്ലാ ബാച്ചിലും ഞാൻ അങ്ങനെ നൈറ്റ് സെഷനാണ് കൊടുക്കാറ്. കാരണം എല്ലാവർക്കും അത് നേരിട്ട് ആ ക്ലാസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അത് ഇപ്പോഴല്ല, അത് നിങ്ങളുടെ പ്രാക്ടിക്കൽ സെഷൻ തുടങ്ങുന്ന സമയത്താണ്. അപ്പൊ ഇതാണ് സെൻസോറിയൽ ഏരിയയിൽ വരുന്ന കുറച്ച് കാര്യങ്ങള്. ഇനി അതിൽ തന്നെ കാണുന്നത്, കേൾക്കുന്നത്, അങ്ങനെ നമുക്ക് സൗണ്ട് സിലിണ്ടേഴ്സ് ഉണ്ട്, അങ്ങനെ പല പല മെറ്റീരിയൽസ് അതിൽ വരുന്നുണ്ട്. നിങ്ങൾ സാൻഡ് പേപ്പർ കൊണ്ടുള്ള ഉണ്ടാക്കിയതെല്ലാം ശരിക്കും ടച്ച് ചെയ്ത് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് ടച്ച് ചെയ്ത് മനസ്സിലാക്കുന്നത്. ഇപ്പൊ ടച്ച് ബോർഡ്സ് അല്ലെങ്കിൽ ടച്ച് ടാബ്ലറ്റ്സ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞിരുന്നു തോന്നുന്നു. നമുക്ക് പല ടെക്സ്ചറിൽ വരുന്ന സാൻഡ് പേപ്പർ അവൈലബിൾ ആണ്. ഒരു A4 ഷീറ്റിന് അങ്ങാണ്ട് 15 രൂപ 20 രൂപയെ വരുള്ളൂ. ഹാർഡ്വെയർ ഷോപ്പിൽ പെയിന്റ് ഒക്കെ വിൽക്കുന്ന കടയിൽ കിട്ടും. അത് നമുക്ക് വലിയ കോസ്റ്റ് ആകുന്നില്ല. ഒരു ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും ഈക്വൽ ആയിട്ട് നിങ്ങൾക്ക് 4 പീസോ 6 പീസോ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരേ അളവിലുള്ള ഒരേ മെഷർമെന്റ് ആയിരിക്കണം. എന്നിട്ട് ഇത് ഏതെങ്കിലും കാർഡ്ബോർഡിൽ ഒട്ടിക്കുക. അപ്പൊ നമുക്കൊരു ബോർഡായിട്ട് കിട്ടി. അല്ലെങ്കിൽ സാൻഡ് പേപ്പർ ഇങ്ങനെ വളഞ്ഞിരിക്കൂലേ കട്ട് ചെയ്യുമ്പോൾ, ബോർഡായിട്ട് എടുക്കും. അങ്ങനെ പല പല ടെക്സ്ചറിലുള്ള സാൻഡ് പേപ്പർ. അപ്പൊ 4 ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ നമ്പറാണ് അവർ പറയുന്നത്, ഈ റഫ്നെസിന്റെ നമ്പറാണ് പറയുന്നത്. അപ്പം ശ്രദ്ധിക്കുക, ചില റഫ്നെസ് ഭയങ്കര റഫ്നെസ് ആയിരിക്കും, കുട്ടികളുടെ കൈ ഹേർട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെയുള്ളത് ഒഴിവാക്കുക. അല്ലാതെ നമുക്ക് ഇങ്ങനെ തൊടാൻ പറ്റുന്ന രീതിയിലുള്ള റഫ്നെസ്സിലുള്ള സാൻഡ് പേപ്പർ കളക്ട് ചെയ്യാം. എന്നിട്ട് ഓരോ A4 സൈസിനെയും ഈക്വൽ പാർട്സ് ആയിട്ട് 4 പാർട്ടായിട്ടോ അങ്ങനെ കട്ട് ചെയ്തിട്ട് ബോർഡിൽ ഒരേപോലെ എല്ലാം ഒട്ടിച്ചു വെക്കാം.
കണ്ടു കഴിഞ്ഞാൽ ഒരേപോലെ ഇരിക്കണം. പക്ഷെ നമ്മൾ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് ടച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരേ ടെക്സ്ചർ ഉള്ളത് മനസ്സിലാകുന്നത്. അങ്ങനെ ഒരേ ടെക്സ്ചർ ഉള്ളതിനെ ഗ്രൂപ്പ് ചെയ്യിക്കുക. അങ്ങനെ ആക്ടിവിറ്റി കുട്ടികൾക്ക് കൊടുക്കാം. ഓൾറെഡി നിങ്ങൾ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് ചെയ്തിട്ടുണ്ട്. മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. എല്ലാം ടച്ച് ബോർഡ്സും പിന്നെ ഈ ബോട്ടിൽസ്, ടെമ്പറേച്ചർ വേരിയേഷൻ വരുന്ന ബോട്ടിൽസ്, പിന്നെ ടച്ച് ഫാബ്രിക്സ്, പിന്നെ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്. ഇതൊക്കെ ലോ കോസ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് അത് നിങ്ങൾ ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതായിരുന്നു സെൻസോറിയൽ ഏരിയ. ഇനി ലാംഗ്വേജ് ഏരിയ ആണ്. ലാംഗ്വേജ് ഏരിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റി റീഡിങ്ങും റൈറ്റിങ്ങുമാണ്. നമ്മൾ ഫോളോ ചെയ്യുന്ന ലാംഗ്വേജ് ഏതാണോ, നമ്മളിപ്പോ ഇംഗ്ലീഷിൽ കുട്ടികളോട് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് എങ്കിലും ചെയ്യാൻ പറഞ്ഞിരുന്നു. കാരണം സ്മോൾ ലെറ്റേഴ്സും കേഴ്സീവ് ലെറ്റേഴ്സും ഭയങ്കര കേർവ്ഡ് ആണ്. നമുക്ക് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ടാസ്ക് ആയിരിക്കും. പക്ഷെ നമ്മൾ കുറച്ചങ്ങ് കട്ട് ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോഴേക്കും നമുക്ക് ആ പേപ്പർ നൈഫ് വെച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കാം. ചില കുട്ടികൾ മലയാളം ലെറ്റേഴ്സ് ഉണ്ടാക്കി സാൻഡ് പേപ്പേഴ്സ് കൊണ്ട്, ഹിന്ദി ഉണ്ടാക്കി, അറബിക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ അറബി പഠിപ്പിക്കുന്ന ടീച്ചർമാരുണ്ടെങ്കിൽ മേ ബി അതും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ എങ്ങനെയാണോ കുട്ടികളെ എന്താണോ പഠിപ്പിക്കാൻ പോകുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്കത് ചെയ്യാനായിട്ട് പറ്റും. മലയാളമൊക്കെ നല്ല മലയാളം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആയൊക്കെ കട്ടിയാണെങ്കിൽ എന്തൊരു പാടായിരിക്കുമല്ലേ. പക്ഷെ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതോ ഒരു ക്ലാസ്സിലെ ഒരു കുട്ടി. കാരണം പഠിപ്പിക്കാൻ പോയ ഇവിടെ മലയാളം അക്ഷരങ്ങൾ പഠിപ്പിക്കണമായിരുന്നു. അങ്ങനെ സാൻഡ് പേപ്പറിൽ മലയാളം കട്ട് ചെയ്തിട്ട് കൊണ്ടുപോയി പഠിപ്പിച്ചു. നല്ല റിസൾട്ട് ആയിരുന്നു. വളരെയധികം ഇമ്പാക്ട്. മറിയ മോണ്ടിസോറി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്. ഓക്കെ, ലാംഗ്വേജ് ഏരിയയിൽ അത് വരും. പിന്നെ നമ്മൾക്കറിയാം കുട്ടികൾ എഴുതുന്നതിന് മുമ്പ് ഇവരുടെ കൈകളൊന്ന് വഴങ്ങണമല്ലോ. നമ്മൾ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ ഇവരെ ഓരോ ആക്ടിവിറ്റി ചെയ്യുന്നത്, നാപ്കിൻ ഫോൾഡ് ചെയ്യുന്നത്, ഇത് റോൾ ചെയ്യുന്നത്, അൺറോൾ ചെയ്യുന്നത്, മാറ്റ്, ഇതെല്ലാം ഇവർ ഈ ചെറിയ ഫിംഗേഴ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. 2 ഫിംഗർ 3 ഫിംഗർ മെത്തേഡൊക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവര് പെൻ പിടിക്കണമെങ്കിൽ ഈ 3 ഫിംഗേഴ്സ് എന്തായാലും വേണം അല്ലെ. അപ്പൊ ഈ ചെറിയ മസിൽസ്, ഫിംഗേഴ്സിൽ ചെറിയ മസിൽസ് ആണ്. ഈ മസിൽസിന്റെ ഡെവലപ്മെന്റ് ആണ് ഇവരെ എഴുതാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ അത് ഡെവലപ്പ് ആയാലാണ് അവരുടെ റൈറ്റിംഗ് പ്രോപ്പർ ആവുള്ളൂ, അവരുടെ ഹാൻഡ് റൈറ്റിംഗ് ശരിയാവുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് റൈറ്റിങ്ങിന് മുമ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഇവർക്കുണ്ട്. പ്രീ റൈറ്റിംഗ് ബോർഡ്സ്. ഈ പ്രീ റൈറ്റിംഗ് ബോർഡ് തന്നെ സ്ട്രേറ്റ് ലൈൻസ് വരുന്നുണ്ട്, അതില് കർവ്ഡ് ലൈൻസ് വരുന്നുണ്ട്, സ്ട്രേറ്റ് ലൈനും കർവ്ഡ് ലൈൻസും കൂടെ മിക്സ് ആയിട്ടുണ്ട്. പിന്നെ പല പല ഷേപ്പുകളുണ്ട്. അതിലൂടെ അവരിങ്ങനെ ട്രേസ് ചെയ്ത് ആ റൈറ്റിംഗ് സ്കില്ല് ഒന്ന് ഡെവലപ്പായി വരും. പിന്നെ അവർ അക്ഷരങ്ങൾ ട്രേസ് ചെയ്ത് എഴുതാനായിട്ട് തുടങ്ങും. സാൻഡ് പേപ്പറിലെ ലെറ്റേഴ്സ് കൊടുക്കുമ്പോൾ അവർ വിരൽ കൊണ്ട് അതിലൂടെ ട്രേസ് ചെയ്ത് വരുമ്പോൾ ആ ഇമേജ് അവരുടെ ബ്രെയിനിൽ ഇംപ്രഷൻ ആയിട്ടിരിക്കും. യെസ്, 6 ലൈൻസ് ഇംപ്രഷൻ ആയിട്ടിരിക്കും. ആ ഇംപ്രഷൻ ആയിട്ടിരിക്കുമ്പോഴേക്കും അവർ പിന്നെ ആ ഇമേജ് മനസ്സിൽ നിന്ന് ഓർത്തിട്ട് അവർ എഴുതാൻ തുടങ്ങും. കുട്ടികൾ എപ്പോഴും എഴുതുന്നതിന് ആദ്യം പറയുന്നത് എന്താ, ഞാൻ എ വരച്ചു, ബി വരച്ചു എന്നൊക്കെയല്ലേ പറയുന്നത്. എഴുതി എന്ന് പറയുന്നേക്കാൾ അവർക്ക് ഡ്രോയിങ് ആണ് അവരുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ നാച്ചുറലി അവർക്ക് വരുന്നതാണ്. അപ്പൊ ആ രീതിയിലാണ് ഇവർക്ക് ലാംഗ്വേജ് ഏരിയയിൽ വരുന്നത്. പിന്നെ ലാംഗ്വേജ് ഏരിയയിൽ മൂവബിൾ ആൽഫബറ്റ്സ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് നമുക്കറിയാം ടീച്ചേഴ്സ് ബോർഡിൽ ഇങ്ങനെ പോയി എഴുതും, കുട്ടി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, ടീച്ചർ മായ്ക്കും, ടീച്ചർ വീണ്ടും എഴുതും. സാധാരണ ക്ലാസ് റൂമിൽ കുട്ടികളുടേതായ ഒരു ആക്ടിവിറ്റിയും അവിടെ വരുന്നില്ല. അപ്പോൾ ഈ മൂവബിൾ ആൽഫബറ്റ്സ് എന്ന് ഇവർക്ക് കയ്യിലെടുക്കാം ഓരോ ലെറ്റേഴ്സും. അവർക്കൊരു വേർഡ് ഉണ്ടാക്കണോ, അവർക്ക് തന്നെ കൺസ്ട്രക്ട് ചെയ്യാം. അവർക്കൊരു സെന്റൻസ് ഉണ്ടാക്കണോ, അവർക്ക് തന്നെ ആ സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യാം. അവിടെ എന്തെങ്കിലും ഒരു ലെറ്റർ മിസ്സായി പോയോ അല്ലെങ്കിൽ ലെറ്റർ വെച്ചത് മാറിപ്പോയോ അവർക്കത് മാറ്റിയിട്ട് വേറൊരെണ്ണം എടുത്തു വെക്കാം. അപ്പൊ അതെല്ലാം കൺട്രോൾ ഓഫ് എററും ഓട്ടോ കറക്ഷനും എല്ലാം വളരെ ക്ലിയർ ആയിട്ട് നടക്കും, സിമ്പിൾ ആയിട്ട് നടക്കും. അപ്പോൾ കുട്ടിക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ലാംഗ്വേജ് ഏരിയ അതാണ്. നെക്സ്റ്റ് മാത്തമാറ്റിക്കൽ ഏരിയ. നമുക്കറിയാം മാത്തമാറ്റിക്കൽ ഏരിയയിൽ കുട്ടികൾ പഠിക്കുന്നത് കൗണ്ടിങ്, നമ്പർ ഫെമിലറൈസേഷൻ. അപ്പൊ അങ്ങനെ അതിന് വേണ്ടുന്ന മെറ്റീരിയൽസ് ഉണ്ട്. കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞ മെറ്റീരിയൽസ് ഉണ്ട്. ബീഡ് സ്ട്രിങ് ഉണ്ട്. ബീഡ് സ്ട്രിങ് ഒക്കെ നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പിന്നെ വരുന്നത് 4 അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആണ്. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഈ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ചെയ്യാൻ നമ്മൾ സാധാരണ കുട്ടികൾ ചെയ്യുന്ന പോലെ ടേബിൾസ് അല്ല, ഇവർക്ക് ബോർഡ് ഗെയിംസ് ആണ്. ഓരോ തരം ബോർഡ് ഉണ്ട് ഇത് ചെയ്യാനായിട്ട്. ആ ബോർഡ് വെച്ചിട്ടാണ് ഇവർ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എല്ലാം ചെയ്യുന്നത്.
പിന്നെ ബീഡ്സ് വെച്ചിട്ടും അഡീഷൻ ചെയ്യും, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. മാത്തമാറ്റിക്കൽ ഏരിയ ലാസ്റ്റ് ഏരിയ ആയ 5ാമത്തെ ഏരിയ ആണ് സയൻസ്, ജോഗ്രഫി. ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ, ഇത് നിങ്ങൾക്ക് ഓൾറെഡി ഇനി ക്ലാസ് വരുന്നുണ്ട്. നെക്സ്റ്റ് സയൻസ്, ജോഗ്രഫി ആൻഡ് അതർ കൾച്ചറൽ ഏരിയ. ഇവിടെ കൂടുതലും പിക്ചേഴ്സും മോഡൽസും ഒക്കെയാണ്. സോളാർ സിസ്റ്റത്തിന്റെ പിക്ചർ ഉണ്ടാകും, മോഡൽസ് ഉണ്ടാകും, ഗ്ലോബ് ഉണ്ട്, മാപ്പ്, അറ്റ്ലസ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഗാർഡൻ ഉണ്ടാകും, വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടാകും, അല്ലാതെ ഗാർഡൻ പുറത്തുണ്ടാകും, വാട്ടർ പ്ലേ ഏരിയ ഉണ്ടാകും, സാൻഡ് പിറ്റ് ഉണ്ടാകും, അങ്ങനെ കുറെ കുട്ടികൾ ചെടി നടും, അങ്ങനെയുള്ള പോലെ നാച്ചുറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഏരിയ ഉണ്ടാകും. സയൻസ്, ജോഗ്രഫി ആൻഡ് അതർ കൾച്ചറൽ ഏരിയ ആണ്. പിന്നെ മ്യൂസിക്കൽ ഏരിയ ഒക്കെ അതിൽ വരും. മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവും ഒരു കോർണറിൽ, കുട്ടികൾക്ക് പോയി അത് പ്ലേ ചെയ്യാം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. ഇതാണ് ഈ 5 ഏരിയ. അപ്പൊ പ്രിപ്പയർഡ് എൻവയോൺമെന്റിനെ മറിയാം മോണ്ടിസോറി 5ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ് ഈ ഏരിയ മുഴുവനും. നമ്മൾ ക്ലാസ് തുടങ്ങാൻ പോകുന്നത് എങ്ങനെയാണ് മോണ്ടിസോറി ഇതെല്ലാം അനലൈസ് ചെയ്ത് ഈ മെത്തേഡ്, മോണ്ടിസോറിയുടെ തിയറി മെത്തേഡ് ഡിസൈൻ ചെയ്തത്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ പാർട്ട് 3 യൂണിറ്റ് 3 ആണ്. ഷെയർ ചെയ്യാം കേട്ടോ. Unit 3 Law of Natural Development ആണ്. Okay, what's the difference between human babies and animal babies? Anyone? Human babies മനു ഇത്ര നേരം റേഡിയോ പോലെ ഞാൻ പറയുമായിരുന്നില്ല, ഇനി നിങ്ങൾ പറയും. What's the difference between human babies and animal babies? Smile. Okay. Anything else? Walk. Okay, fine. ഏതെങ്കിലും അനിമൽ ബേബി ബർത്ത് അതിന് ശേഷം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താ സംഭവിക്കുക? പശുക്കുട്ടി, കിടാവ് ചാടി എണീക്കൂലേ? അവർക്ക് ആരുടെ ഹെൽപ്പ് വേണ്ട, അവരങ്ങ് ചാടി എണീറ്റ് ഓടും, കളിക്കും, പാല് വേണ്ടപ്പോ ഓടി വന്ന് സക്ക് ചെയ്ത് പാല് കുടിക്കും. അങ്ങനെയൊക്കെയാണ് അവരുടെ രീതികൾ. ഹ്യൂമൻ ബേബീസ് We have to feed. We have to അങ്കിതനെ കുഞ്ഞു ചെറുതാണെന്ന് അങ്കിതയ്ക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞ മമ്മി കൊറേ ആളുണ്ട് മമ്മിയില്, ആരും അറിയിച്ചിട്ടാന്നില്ലും. 2 months ബേബി എല്ലാം ഉണ്ട് ഇപ്പൊ പ്രസന്റ്. ശരി, എനിക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഹെഡ്, തലയ്ക്ക് സപ്പോർട്ട് വേണം. തല ഉറച്ചിട്ടുണ്ടാവില്ലേ, കുറേ ദിവസം കഴിയുമ്പോഴാണ് അത് കറക്റ്റ് ആവുന്നത് അല്ലേ? നമ്മൾ അവിടെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. കുട്ടിയെ എപ്പോഴൊക്കെ എടുക്കുമോ നമ്മള് അവിടെ ഉറക്കി വെക്കും. നമ്മൾ അത് പരിചയമില്ലാത്തവർ ഒട്ടും എടുക്കില്ല. അറിയാവുന്നവരാണ് തല ഇങ്ങനെ സപ്പോർട്ട് ചെയ്യും. കുറേ ദിവസം പിടിക്കും തല ഒന്ന് ശരിയാവാൻ. അവരുടെ നോട്ടം കറക്റ്റ് ആവാൻ അതിനും സമയം എടുക്കും. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കൊടുക്കണം. 3 months. അതെ, ഭക്ഷണം കൊടുക്കണം, കുളിപ്പിക്കണം, ഡ്രസ്സ് ചെയ്യണം, എല്ലാം നമ്മൾ തന്നെയാ ചെയ്തു. ഇവർക്ക് എന്താ അറിയാം, എന്തെങ്കിലും ഡിമാൻഡ് ചെയ്യാൻ, കരയാൻ അറിയാം അല്ലേ? തന്നെത്താൻ അവർ ചെയ്യുന്നില്ല. അപ്പൊ ആ ഒരു ഡിഫറൻസ് ആണ് ശരിക്കും വരുന്നത്. പിന്നെ അവര് ഇൻഡിപെൻഡന്റ് ആവാൻ തുടങ്ങും. ഒരു 1 year ഒക്കെ ആവാറാവുമ്പോ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു വരും അല്ലെ? ഭക്ഷണം കൊടുക്കുമ്പോ ഞാൻ കഴിച്ചോളാം അങ്ങനെയൊക്കെ പറയും. പക്ഷെ അമ്മമാര് പൊതുവെ എന്താ സമ്മതിക്കില്ല. കാരണം ഇവര് കഴിച്ചാൽ അകത്തേക്കൊന്നും പോവില്ല എന്നറിയാം. കുറെ നിലത്ത് വീഴും, കുറെ പൂച്ചയ്ക്ക് കൊടുക്കും, കുറെ കാക്കിക്ക് കൊടുക്കും, അങ്ങനെയൊക്കെ എല്ലാം. അവര് കളിക്കുന്ന ഡോളിന് കുറെ കൊടുക്കും. അവരുടെ ധാരണ ഈ ഡോളിനൊക്കെ ജീവൻ ഉണ്ടെന്നാ. അതുങ്ങൾക്ക് കൊടുക്കും, അതുങ്ങളെ കുളിപ്പിക്കും, അങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ടല്ലോ. അപ്പൊ അവര് ഡിപ്പെൻഡന്റ് ആണ്. പക്ഷെ അവർ ഇൻഡിപെൻഡന്റ് ആകാൻ തുടങ്ങുന്നു. ഞാൻ ചെയ്യാം ഷൂ ഇടുന്നത് ചിലപ്പോ അവരുടെ ലെഫ്റ്റും റൈറ്റും അവർക്ക് തിരിഞ്ഞായിരിക്കും. റൈറ്റ് ആയിരിക്കും അവർക്ക് ലെഫ്റ്റ് ആയിരിക്കും അവരുടെ റൈറ്റ്. പക്ഷെ അതാണ് അവരുടെ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത്. പിന്നെ ഡ്രസ്സ് ഭയങ്കര സെലക്ഷൻ ഉണ്ടാവും. അവർക്ക് ഇഷ്ടമുള്ളൊരു ഡ്രസ്സ്, ചിലപ്പോ ആ ഒരു ഡ്രസ്സ് തന്നെ
എപ്പോഴും ഇടണം, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ അവരിൽ ഉണ്ടാവും അല്ലെ. ഇനി കുട്ടി ഇൻഡിപെൻഡന്റ് ആകാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അതിന് തടസ്സം നിന്ന് കഴിഞ്ഞാൽ അവരുടെ ഡെവലപ്മെന്റിന് അത് തടസ്സമായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് കുട്ടിക്ക് ഫ്രീ ആക്കി വിട്ടാൽ മാത്രമാണ് ഇൻഡിപെൻഡന്റ് ആവുള്ളൂ. അതേസമയം എല്ലാം ചെയ്തു കൊടുത്ത് അഡൾട്ട് ആവുമ്പോഴും എന്തിനും ആള് വേണം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, എൻ്റെ ഒറ്റ മോനേ ഉള്ളൂ. ചെറിയ ക്ലാസ് തുടങ്ങിയിട്ട് ഈ അമ്മ കുട്ടിയുടെ കൂടെ ഇരുന്ന് പഠിപ്പിച്ച് അവനിപ്പോ കോളേജിലെത്തി. ഇപ്പോഴും അവന് പരീക്ഷയ്ക്ക് പഠിക്കണമെങ്കിൽ അമ്മ കൂടെ വേണം. അമ്മ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു കൊടുക്കണം, വായിച്ചു കൊടുക്കണം. അങ്ങനെ സാധാരണ ഒരു 4ാം ക്ലാസ് ഒക്കെ എത്തുമ്പോഴേക്കും കുട്ടികൾ തന്നെത്താനെ പഠിക്കാനായിട്ട് തുടങ്ങും. നമ്മൾ ഇടയ്ക്ക് എപ്പോഴും അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളത് ക്ലിയർ ചെയ്താൽ മതി. ആ ഒരു രീതിയിലേക്ക് കുട്ടി ഡെവലപ്ഡ് ആകും. പക്ഷെ ചില കുട്ടികൾ അവർക്ക് ത്രൂ ഔട്ട് അവരുടെ ആ ലൈഫ് ജേണിയിൽ ഈ പറയുന്ന ഒരു സപ്പോർട്ട് വേണം. അതൊക്കെ അങ്ങനെ. അപ്പൊ അവര് ഇൻഡിപെൻഡന്റ് ആകാൻ തുടങ്ങുമ്പോൾ നമ്മൾ അതിന് വേണ്ടുന്ന ഫ്രീഡം അവർക്ക് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ അവരുടെ ഡെവലപ്മെന്റ് പലതും അറസ്റ്റ് ആയി പോകും, നിന്നു പോകും, തടസ്സപ്പെടും. ഓക്കെ, അത് ആക്ച്വലി നമ്മൾ തന്നെയാണ് ഇവരുടെ ഡെവലപ്മെന്റിന് തടസ്സമാകുന്നതും. നമ്മൾ ഫ്രീഡം കൊടുക്കുവാണെങ്കിൽ അത് അവരുടെ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നതും. അപ്പൊ കുട്ടി വളരുന്ന ചുറ്റുപാടില് കുട്ടിയുടെ കെയർ ഗിവേഴ്സ്, പാരന്റ്സ് ആകാം, ഗ്രാൻഡ് പാരന്റ്സ് ആകാം, അല്ലെങ്കിൽ കുട്ടിയെ നോക്കാൻ വരുന്ന ആരെങ്കിലും ആകാം, സ്കൂളിൽ എത്തുമ്പോൾ ടീച്ചേഴ്സ് ആകാം. കുട്ടി തന്നെ ചെയ്യട്ടെ ആ ഒരു രീതി. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത്രയും ഫ്രീഡം അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവോ? അങ്ങനെയല്ല. ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് ആണ്. നമ്മളൊരു ഫ്രീഡം കൊടുക്കണം. അതായത് ഒരു പട്ടമൊക്കെ പോലെ അല്ലെ, നമ്മൾ പട്ടത്തിന്റെ ചരട് ഇങ്ങനെ പിടിച്ചിരിക്കുക. പട്ടം നല്ല ഫ്രീ ആയിട്ട് ഇങ്ങനെ എയറിൽ ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ പറക്കുന്നത് കാണും. പക്ഷെ അതിന്റെ കൺട്രോള് നമ്മുടെ കയ്യിലാണ് അല്ലെ. നമ്മൾ ഇവിടെ നിന്ന ആ ത്രെഡ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നതിനനുസരിച്ചാണ് അത് ഫ്രീ ആയി അവിടെ പറക്കുന്നത്. അതുപോലെ തന്നെയായിരിക്കണം കുട്ടികളുടെ കാര്യം. കൺട്രോൾ നമ്മളുടെ കയ്യിലാണ്. പക്ഷെ അവർക്ക് ഫീൽ ചെയ്യരുത് നമ്മൾ അവരെ കൺട്രോൾ ചെയ്യുവാണെന്നുള്ളത്. അവരെ എൻജോയ് ചെയ്യണം ആ കിട്ടിയ ഫ്രീഡം, എന്നിട്ട് അവർ കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് ആണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അല്ലാതെ എന്തും ചെയ്യാനുള്ള ഫ്രീഡം അല്ല. നമ്മള് ആളുകൾ പറയില്ലേ, അഡോളസൻസിൽ എത്തുമ്പോ പിള്ളേര് എനിക്ക് ഫ്രീഡം, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, അങ്ങനെ ചെയ്യാൻ ഇങ്ങനെ ചെയ്യും. ഫ്രീഡം എന്ന് പറയുന്നത് വേറൊരാളെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലുള്ള ഫ്രീഡം അല്ല. നമ്മളെല്ലാരും ഒരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആകണം നമ്മള്. അപ്പോ അതിന് നമുക്ക് ചില പൊരുത്തപ്പെടലുകൾ വേണം, അഡാപ്റ്റേഷൻ അല്ലെ. അഡാപ്റ്റ് ചെയ്യണം നമ്മൾ സിറ്റുവേഷനുമായിട്ട്. നമ്മൾ ആ ഒരു സിറ്റുവേഷനുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് സോഷ്യലൈസ് ചെയ്യുന്നു, ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ട് മാറുന്നു. സൊസൈറ്റിക്ക് ഹാം ആകുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. അതുപോലെ തന്നെയുള്ള ഫ്രീഡം എന്ന് പറയുന്നത് നമ്മൾക്ക് തോന്നുന്നത് ചെയ്യുക എന്നുള്ളതല്ല, നമുക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ചെയ്യുക എന്നുള്ളതല്ല ഫ്രീഡം. നമ്മൾ ചെയ്യുന്നതിന് ഇഷ്ടപ്പെടുന്നു, അതാണ് ഫ്രീഡം. അങ്ങനെയാവണം ഫ്രീഡം എന്ന് പറയുന്നത്. ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അതിന് ഇഷ്ടപ്പെടുന്നു, അല്ലാതെ ഇഷ്ടമുള്ളത് ചെയ്യുന്നു, തോന്നുന്നത് ചെയ്യുന്നു, അത് ഫ്രീഡം അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതാണ് മറ്റ് സൊസൈറ്റിക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന രീതിയിലുള്ള ഫ്രീഡം അല്ല ഓരോ വ്യക്തിയും ഫോളോ ചെയ്യുന്നത്, ഓരോ ഇൻഡിവിജ്വലും ഫോളോ ചെയ്യുന്നത്. ഇതാണ് ഇപ്പൊ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റിന്റെ ഫസ്റ്റ് 2 പാരഗ്രാഫ്സ് ആരെങ്കിലും ഒന്ന് വായിക്കാമോ? Yes, please. Have you noticed the difference between human babies and animal babies? Human babies seems to be more incapable than animal at birth. Animals can walk within hour after birth. Some can squirm around and creep like puppies. Right? But human baby can barely do anything at all. They cannot move on their own and they are so helpless that they cannot even lift their own head. They just lay there and cry. Sea turtle newly devised on a beach, while naturally moved towards the ocean. A joy climbed into its mother's pouch upon being born. Why are we born like this? It is because the animals have special aptitude which help them for their development. In the human child, instinct has withdrawn to give
place to something higher, to the brilliance and will of man. Animals have merely to activate their instinct towards their specified behavior, and their physic life is limited to this. But in man, there is this there, there is this other fact, the creation of human brilliance. But a human baby is not born with intelligence. It develops as a result of the communication with its environment and has the spiritual embryo. Unfolds, Montessori opined. Is it opined, ma'am? Okay. Opined. Opined. Just Okay. share Okay. opinion. That's meaning. In the first paragraph, the last sentence, no, a joy. That ആ ഒരു വേർഡ് ഒന്ന് കറക്റ്റ് ചെയ്യുക. JOEY ആണ്. എന്ന് വെച്ചാല് കാങ്കറൂല്ലേ, കാങ്കറൂന്റെ ബേബിനെ, കിഡിനെ പറയുന്ന പേരാണ് ജോയ് എന്ന്. JOEY. ഓക്കെ. സോ ഹ്യൂമൻ ബേബീസിന്റെയും അനിമൽ ബേബീസിന്റെയും ഡിഫറൻസ് ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം അനിമൽ ബേബീസ് മോർ കേപ്പബിൾ ആണ് ദാൻ ഹ്യൂമൻ ബേബീസ് അറ്റ് ബർത്ത്. ജനിച്ച ഉടനെ തന്നെ അവര് കേപ്പബിൾ ആണ്. കാരണം അനിമൽ ബേബീസിന് അവരുടെ ഉള്ളിൽ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്, ആ ഒരു ഇൻബോൺ പാറ്റേൺ, അത് പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ആവുകയാണ്. അതാണ് അവർ ഓടുന്നത്, ചാടുന്നത്, കളിക്കുന്നത്, അവർക്ക് പോയി പാൽ കുടിക്കാൻ പറ്റുന്നു, അവർ സ്വന്തം കാര്യങ്ങൾ കുറെയൊക്കെ ചെയ്യുന്നു അല്ലെ. പക്ഷെ ഹ്യൂമൻ ബേബീസ് ആ ഒരു കേപ്പബിലിറ്റി ഇല്ല ജനിച്ച ഉടനെ. അവരുടെ ഉള്ളിലും ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്, ആ ഒരു ഇൻബോൺ പാറ്റേൺ ഉണ്ട്, പക്ഷെ അത് ഡെവലപ്പ് ആകാൻ സമയമെടുക്കും. അപ്പൊ നമുക്കറിയാം കുഞ്ഞു ബേബീസ് അമ്മയുടെ വാമ്പിനുള്ളില് ആ ഒരു ജീവന്റെ തുടുപ്പ് എന്നൊക്കെ പറയില്ല, അതാകുന്ന സമയത്ത് എന്താ പറയുന്നത്, എംബ്രിയോ എന്നാണ് പറയുന്നത് അല്ലെ, ഭ്രൂണം. അപ്പൊ അതിന് ഷേപ്പൊന്നും ആയിട്ടില്ല. അങ്ങനെ പതുക്കെ പതുക്കെ കയ്യ്, കാല്, മൂക്ക്, കണ്ണ് ഒക്കെ അമ്മയുടെ വോപ്പിൽ വെച്ചായി ആ ഒരു ഫുൾ ഷേപ്പായി വരുമ്പോ ഓർഗൻസ്, ഇന്റേണലും എക്സ്റ്റേണൽ ഓർഗൻസ് എല്ലാം ഫോം ചെയ്ത് കഴിയുമ്പോൾ പൂർണ്ണ വളർച്ച എത്തിയ കുട്ടിയായിട്ട് ഡെലിവർ ആകുന്നു അല്ലെ. മദറിന്റെ വോമ്പിൽ നിന്ന് അത് പുറത്തേക്ക് വരുന്നു 9 months ഒക്കെ ആകുമ്പോഴേക്കും. പക്ഷെ കുട്ടി പുറത്തു വരുമ്പോഴും കുട്ടി ഇൻഡിപെൻഡന്റ് ആകുന്നില്ല, ഡിപ്പെൻഡന്റ് ആണ് അല്ലെ, ഇൻകേപ്പബിൾ ആണ്. കുട്ടിയുടെ മനസ്സ് ഡെവലപ്പ് ആയിട്ടില്ല. അപ്പോ മറിയ മോണ്ടിസോറി ആ കുട്ടിയുടെ മൈൻഡിനെ വിളിച്ച പേരാണ് സ്പിരിച്വൽ എംബ്രിയോ. കാരണം മനസ്സ് അപ്പോഴും ഭ്രൂണാവസ്ഥയിലാണെന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. കുട്ടിയുടെ ഉള്ളിൽ എല്ലാ പൊട്ടൻഷ്യലും ഉണ്ട്, പക്ഷെ ആ പൊട്ടൻഷ്യല് ഡെവലപ്പായി തന്നെത്താനെ കാര്യങ്ങൾ നടക്കാൻ, ഓടാൻ, ചാടാൻ, കളിക്കാൻ, തന്നെത്താനെ ഡ്രസ്സ് ചെയ്യാൻ, തന്നെത്താനെ ഭക്ഷണം കഴിക്കാൻ, കുളിക്കാൻ, ഇതൊക്കെ ആയി വരുന്നത് കുറെ കൂടെ കഴിയുമ്പോഴാണ്. അപ്പൊ മൈൻഡ്, നമ്മൾ ചില ആളുകളെ കളിയാക്കാറില്ലേ, ശരീരം മാത്രമേ വളർന്നിട്ടുള്ളൂ, മനസ്സിപ്പോഴും ശിശുവാന്നൊക്കെ പറയില്ലേ, സെയിം തന്നെ. കുട്ടി ജനിച്ചു കഴിയുമ്പോൾ ഈ മൈൻഡ് അപ്പോഴും ഭ്രൂണാവസ്ഥയിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ആ മൈൻഡിനെ സ്പിരിച്വൽ എംബ്രിയോ എന്ന് മറിയ മോണ്ടിസോറി വിളിച്ചത്. ഇനി നമ്മൾ അതിനകത്ത് പറഞ്ഞു, ഈ പല അനിമൽസും ബർത്ത് ജനിച്ച ഉടനെ തന്നെ അവരിങ്ങനെ വേച്ച് സ്ക്യൂ അറൗണ്ട്, ക്രീപ്പ്, എഴഞ്ഞ് വേച്ച് ഒക്കെ നടക്കും. കുറച്ച് കഴിയുമ്പോഴേക്കും അവരെന്താ, എണീറ്റ് നിൽക്കാൻ തുടങ്ങും. ചിലപ്പോൾ വേച്ച് വീണ്ടും വീഴും, അവർ വീണ്ടും നിൽക്കും. അവരുടെ ബോഡി ബാലൻസും കോർഡിനേഷനും കറക്റ്റ് ആവും. അവർ ഓടാനും ചാടാനും ഒക്കെ തുടങ്ങും പെട്ടെന്ന് തന്നെ. പിന്നെ അവരോടൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ കാങ്കറൂന്റെ ബേബി ആണെങ്കിൽ തന്നെയും അത് ജനിച്ച ഉടനെ അതിനറിയാം, അവന്റെ അമ്മയുടെ വയറിന്റെ അവിടെയുള്ള പൗച്ച്, ഇറ്റ്സ് ഫോർ മീ, അവന് കയറി ഇരിക്കാനുള്ളതാണ് കാങ്കറൂന്റെ ബേബി ജോയ്ക്ക് അറിയാം. അപ്പൊ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല, ബട്ട് ദേ നോ ദാറ്റ്. അതിനെ കൊണ്ടുപോയി അതിന്റെ ഉള്ളിൽ ഇരുത്തി ഇത് നിന്റെ സ്ഥലമാണെന്ന് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം വന്നില്ല, തന്നെത്താൻ ചെയ്തു. നമുക്ക് സീ ടേർട്ടിൽ, കടലാമകള്, അവര് ബീച്ച് സൈഡിലാണ് മുട്ടയിടുന്നത്. ആ മണലിലെ ബീച്ച് സൈഡിലാണ് മുട്ടയിടുന്നത്. കുഴി കുഴിച്ചോ അവരെ മുട്ടയിടും. മുട്ടയിട്ടതിന് ശേഷം അവരെങ്ങോട്ടെങ്കിലൊക്കെ പോകും. ഈ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങള്, കടലാമയുടെ സീ ടേർട്ടിന്റെ കുട്ടികൾക്ക്, അവര് നേരെ പോകുന്നത് കടലിന് ഉള്ളിലേക്കാണ്. അവരോട് ആര് പറഞ്ഞു കൊടുത്തു ആ സീ ആണ് അവരുടെ വീട് എന്നുള്ളത്? അവർക്കറിയാം. സോ അതാണ് നമ്മൾ ഈ ഓരോ ആനിമൽസിനെ നോക്കുമ്പോഴും നമുക്ക്
അവരുടെ രീതികൾ കാണുമ്പോൾ അവര് മോർ കേപ്പബിൾ ആണ്, ഇൻഡിപെൻഡന്റ് ആണ് ദാൻ ഹ്യൂമൻ ബേബീസ്. ഈ അനിമൽ ബേബീസിനും ഹ്യൂമൻ ബേബീസിനും ഈ ഒരു ഇൻസ്റ്റിങ്ക്റ്റ്, ഇൻബോൺ പാറ്റേൺസ് ഉണ്ട്. പക്ഷെ ഹ്യൂമൻ ബേബീസിന്റെ ആ ഇൻബോൺ പാറ്റേൺ അത് ഡെവലപ്ഡ് ആയിട്ടില്ല. ആ ഒരു പൊട്ടൻഷ്യൽ ഉള്ളിലുണ്ട്. ചില കുട്ടികളെ കണ്ടിട്ടില്ലേ, അവർക്ക് ഒത്തിരി കഴിവുകൾ ഉണ്ടായിരിക്കും. പക്ഷെ ആരെങ്കിലും ഒന്ന് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് കൊടുക്കണം, പുഷ് ചെയ്ത് കൊടുക്കണം, നിനക്ക് ഇത് ചെയ്യാൻ പറ്റും, നീ ഇങ്ങനെ ചെയ്യും. നമ്മളും ഇത്ര പ്രായമായിട്ടും നമ്മളിലും ഉണ്ടല്ലോ, നമ്മളുടെ ഉള്ളിൽ കുറെ പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കണം. ഇപ്പൊ നമ്മൾ നന്നായി അറിയാവുന്ന നമ്മുടെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്തോ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും നമ്മളോട് പറയും നീ ഇത് ചെയ്താൽ ശരിയാകും, യു ക്യാൻ ഡൂ ദിസ് എന്ന് പറഞ്ഞിട്ട് പുഷ് ചെയ്യില്ലേ. അതുപോലെ തന്നെ നമ്മളുടെ ഹ്യൂമൻ ബോഡിയിലും ഈ പറയുന്ന പൊട്ടൻഷ്യൽ ഉണ്ട്. ഈ പൊട്ടൻഷ്യലിനെ പുഷ് ചെയ്യാനുള്ള ഫോഴ്സും ഉണ്ട്. ആ ഫോഴ്സിന് അത് നിങ്ങൾക്ക് യൂണിറ്റ് 10 ആണ്, ഞാൻ ജസ്റ്റ് ഇതിന്റെ കൂടെ ഒന്ന് പറയുവാണ്. ആ ഫോഴ്സിനെ മറിയാ മോണ്ടിസോറി കൊടുത്ത പേരാണ് ഹോം. നമ്മുടെ ഹോർമോൺസ് എന്നുള്ളതിന്റെ ഹോം, HORME. ആ ഹോം എന്ന് പറയുന്നത് ഒരു വൈറ്റൽ എനർജിയാണ്. ഈ ഹോം എന്നുള്ള ഫോഴ്സ് ആണ് ഈ ഓരോ കുട്ടിയുടെ ഉള്ളിലും അല്ലെങ്കിൽ ഓരോ മനുഷ്യന്റെ ഉള്ളിലുള്ള ഇൻസ്റ്റിങ്ക്റ്റ്, അതായത് പൊട്ടൻഷ്യൽ, അതിനെ പുഷ് ചെയ്യുന്നത് ഗോളിലേക്ക് എത്താൻ, ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട്. അപ്പൊ ഹോം പുഷ് ചെയ്യുന്ന ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ്, ആ ഒരു പൊട്ടൻഷ്യലിന് പറയുന്ന പേരാണ് നെബുലി. അങ്ങനെ അത് ഒരു യൂണിറ്റ് 10 നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതിൽ എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ ആണ്, കാരണം അത് വായിച്ചാൽ അത്രയും മനസ്സിലാക്കാൻ ഇത്തിരി പാടാണ്. അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്ത് നമ്മൾ പഠിക്കുമ്പോഴേക്കും നമുക്കത് മനസ്സിലാവും. നമ്മളുടെ എല്ലാ ലൈഫിലും ഒരാളുള്ള പോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു വൈറ്റൽ എനർജി ഉണ്ട്. ഈ ചിലപ്പോ പറയില്ല, എന്റെ ഉള്ളിൽ ഇരുന്ന് ആരോ പറയുന്നു അത് ചെയ്യുക അല്ലെങ്കിൽ അത് ചെയ്യരുതെന്ന് എന്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നു എന്ന്. ചില സമയത്ത് നമ്മളുടെ ആ ഒരു കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ പോകില്ലേ. ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാനായിട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സ് പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളത് ചെയ്താൽ നല്ലത് വരും, നല്ല ജോബ് കിട്ടും, അല്ലെങ്കിൽ അത് ഈ ഒരു കോഴ്സ് നല്ലതാണ്, യു ഡു ദിസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉള്ളിലിരുന്ന് ആരോ നമ്മളെ ഫോഴ്സ് ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അല്ല, അത് നിങ്ങൾക്ക് കോള് വന്ന്, ഞാൻ അതല്ല ഉദ്ദേശിച്ചേ. നമ്മൾ എന്നിട്ട് ചിന്തിക്കും, ഞാൻ ഈ കോഴ്സിന് ജോയിൻ ചെയ്യണമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലിരുന്ന് ആരോ പറയില്ലേ ഡു ദിസ്, അല്ലെങ്കിൽ ഇത് ചെയ്യണ്ട, ജോയിൻ ചെയ്യണ്ട, എന്തായാലും ഡു ഓർ ഡോണ്ട് വാട്ട് എവർ ഇറ്റ് ബി. നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ നമ്മളെ ആരോ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫീല് നമുക്ക് വരില്ലേ. ദാറ്റ് ഈസ് ഹോം. അതൊരു വൈറ്റൽ എനർജിയാണ് ആ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത്. ഡു ദിസ് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡോണ്ട് ഡു ദാറ്റ്, അങ്ങോട്ട് പോവരുത് എന്നൊക്കെ പറയുന്നത് അത് ഉള്ളിലുള്ളത് തന്നെയാണ്. നമ്മൾ കുറെയൊക്കെ മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ് ഒക്കെ ചെയ്യുമ്പോഴേക്കും അത് കറക്റ്റ് നമ്മളെ ഡ്രൈവ് ചെയ്യും എന്നാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് ഈ ഒരു ഇതിൽ 2 പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളിത് ഇങ്ങനെ വായിക്കുമ്പോൾ ഒരു പക്ഷെ ഒത്തിരി കൺഫ്യൂഷൻസ് വരുമായിരിക്കും. അപ്പൊ നമ്മളുടെ സൈക്കിക് ലൈഫ്, സൈക്കിക് എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു മൈൻഡ് ആണ് കേട്ടോ, ഫിസിക്കൽ അല്ല, സൈക്കിക് ലൈഫ്. അപ്പൊ ആ ഒരു ഇൻബോൺ ആയിട്ടുള്ള പാറ്റേൺ അല്ലെങ്കിൽ ഇൻസ്റ്റിങ്ക്റ്റ്, അതുമായിട്ട് റിലേറ്റഡ് ആണ് നമ്മളുടെ ബിഹേവിയർ, നമ്മളുടെ മൈൻഡിന്റെ ഡെവലപ്മെന്റ്, സൈക്കിക് ലൈഫ് എല്ലാം വരുന്നത്. അപ്പൊ മനുഷ്യനിൽ അത് ഈ ഒരു പൊട്ടൻഷ്യൽ, ഈ ഒരു ഇൻബോൺ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ കൂടെ ഡെവലപ്ഡ് ആകും. അതാണ് മനുഷ്യനാണ് മറ്റെന്തിനേക്കാളും ബുദ്ധിയുള്ളതെന്ന് പറയില്ലേ, ഭയങ്കര ഇന്റലിജൻസ്. അപ്പൊ കുട്ടികളുടെ ഇന്റലിജൻസ് ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഇൻബോൺ ആയിട്ടുള്ള പാറ്റേൺ. അപ്പൊ ആ ഒരു ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആ കുട്ടിയെ അതുപോലുള്ള എൻവയോൺമെന്റിലൂടെ കടത്തിവിടണം. എന്ത് കുട്ടി ചെയ്യാൻ പോയാലും സ്റ്റോപ്പ് ചെയ്യുക, നീ അത് ചെയ്യണ്ട, നീ അത് ചെയ്താൽ ശരിയാവില്ല എന്ന് പറയുമ്പോൾ അവൻ പതുക്കെ ചുരുങ്ങി പോകും. അവന്റെ ഡെവലപ്മെന്റ് അവിടെ സീസ് ആകും, അവിടെ അങ്ങ് അറസ്റ്റ് ചെയ്യും, സ്റ്റോപ്പ് ആയി പോകും. അതാണ് മറിയ മോണ്ടിസോറി പറയുന്നത്, കുട്ടികളെ എക്സ്പ്ലോർ ചെയ്യാൻ അനുവദിക്കണം. അവർ കാര്യങ്ങൾ തന്നെ ചെയ്യട്ടെ, ഇൻഡിപെൻഡന്റ് ആകട്ടെ, അതിന് അവരെ ഫ്രീ ആക്കും. ആ ഒരു ഫ്രീ എന്ന് പറയുന്നത് ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് ആയിരിക്കണം. ഓക്കെ, ഇനി കുട്ടി ഇങ്ങനെ ഡെവലപ്പ് ആകണമെങ്കിൽ 2 കണ്ടീഷൻസ് ആണ് ആവശ്യം. എന്തായിരിക്കും? ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 2 കണ്ടീഷൻസ് നെസസറി ആണ് കുട്ടികളുടെ ഡെവലപ്മെന്റിന്. ഏതൊക്കെ? കുട്ടികളുടെ ചുറ്റുപാടുകളും അതുപോലെ തന്നെ ആൾക്ക് കിട്ടേണ്ട ഒരു എന്താ പറയാ, സ്വയം ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കേണ്ട ഒരു ഫ്രീഡം. യെസ്, എൻവയോൺമെന്റ് ആൻഡ് ഫ്രീഡം.
എൻവയോൺമെന്റ് ആൻഡ് ഫ്രീഡം, കുട്ടി വളരുന്ന ചുറ്റുപാടും, അല്ലെങ്കിൽ ഇപ്പൊ സ്കൂളാകാം, വീടാകാം, അല്ലെ, കുട്ടിയുടെ ആ ഒരു ചുറ്റുപാടും സറൗണ്ടിങ്സ് എൻവയോൺമെന്റും കുട്ടിക്ക് കൊടുക്കേണ്ട ഫ്രീഡം, അതാണ് കുട്ടിയുടെ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന 2 കണ്ടീഷൻസ്. ഇനി കുട്ടിയുടെ ഉള്ളിൽ തന്നെ ഒരു എയ്ഡ് ഉണ്ട്, ഒരു ടൂള് പോലെ ഉണ്ട് കുട്ടിയുടെ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നത്. അതൊന്നാണ്, കുട്ടി വളരെ സെൻസിറ്റീവ് ആണ് സറൗണ്ടിങ്സുമായിട്ട്. നിങ്ങൾ നോക്കിയാൽ കാണാം, ചെറിയ കുട്ടികളെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും, അവരിങ്ങനെ എന്ത് ശബ്ദം കേട്ടാലും അല്ലെങ്കിൽ എന്തെങ്കിലും കാണുമ്പോൾ അവർ ഭയങ്കരമായിട്ട് അതിലേക്ക് ശ്രദ്ധിക്കും, വളരെ സെൻസിറ്റീവ് ആണ്. എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരത് തൊട്ട് നോക്കും, മാറ്റി നോക്കും, എറിഞ്ഞു നോക്കും, കടിച്ചു നോക്കും, അല്ലെ. അവർ സെൻസിറ്റീവ് ആണ്, അവരുടെ എല്ലാ സെൻസസും യൂസ് ചെയ്തിട്ടാണ് വളരുന്നത്. സോ അവരുടെ ആ ഒരു വളർച്ചയുടെ പീരീഡ് എന്ന് പറയുന്നത് സെൻസിറ്റീവ് പീരീഡ് ആണ്. ഇവരുടെ ഉള്ളിലുള്ള ഇന്റേണൽ എയ്ഡ് ടൂളിൽ ഒന്നാണ് സെൻസിറ്റീവ് പീരീഡ്. പിന്നെ എന്ത് കണ്ടാലും നമ്മൾ പറയില്ലേ, നമ്മൾ ചിലപ്പോൾ ചില ചെറിയ കുട്ടികളുടെ മുന്നിൽ വെച്ച് സംസാരിക്കുമ്പോൾ പതുക്കെ പറയും മുഴുവനും പിടിച്ചെടുക്കും നമ്മൾ പറയും, അല്ലെ. കൊച്ചുകുട്ടികളും മറ്റുള്ള പ്രായമായവർ സംസാരിക്കുന്നത് കേട്ട് അതുപോലെ. അപ്പൊ അവരുടെ മൈൻഡ് അതാണ്, കിട്ടുന്നത് മുഴുവൻ അവർ അബ്സോർബ് ചെയ്യും. അബ്സോർബൻ മൈൻഡ് ആണ്. ഈ 2 ടൂൾസ് ആണ് കുട്ടികളുടെ ഡെവലപ്മെന്റിന് അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഇന്റേണൽ എയ്ഡ് ടൂള്, എയ്ഡ്, ഇന്റേണൽ എയ്ഡ്. 2 കണ്ടീഷൻസ് ആണ്, എൻവയോൺമെന്റും അതുപോലെ തന്നെ ഫ്രീഡവും. അതുകൂടാതെ കുട്ടിക്ക് ഉള്ളിലുള്ള 2 ഇന്റേണൽ എയ്ഡ്സ് ആണ് സെൻസിറ്റീവ് പീരീഡും. അവരുടെ സെൻസിറ്റീവ് പീരീഡ്, ആ വളർച്ചാ കാലഘട്ടത്തിൽ അവർ വളരെ സെൻസിറ്റീവ് ആണ് സറൗണ്ടിങ്സുമായിട്ട്. അതുകൂടാതെ ഒരു സ്പഞ്ച് പോലെയാണ് അവരുടെ മൈൻഡ്, അബ്സോർബൻ മൈൻഡ്. സ്പഞ്ച് വെള്ളത്തിലിട്ടാൻ എന്താ സംഭവിക്കുക, വാട്ടർ മുഴുവനും അബ്സോർബ് ചെയ്തെടുക്കില്ലേ, അതുപോലെ അബ്സോർബൻ മൈൻഡുമാണ്. ഈ 2 ഇന്റേണൽ ടൂൾസും 2 കണ്ടീഷൻസും വേണം ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിന്. ചൈൽഡ് ഡെവലപ്മെന്റിന്റെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ഫീച്ചേഴ്സ് ആണ് ഇപ്പൊ പറഞ്ഞത്. 2 കണ്ടീഷൻസ്, എൻവയോൺമെന്റ് ആൻഡ് ഫ്രീഡം, 2 ഇന്റേണൽ എയ്ഡ്സ്, അത് അബ്സോർബൻ മൈൻഡ് ആൻഡ് സെൻസിറ്റീവ് പീരീഡ്. ഓക്കെ, ഇത് 2 അപ്പൊ ഒന്നുമില്ലെങ്കിൽ ക്ലാസ്സിന് മുമ്പ് വായിച്ചിട്ട് വരാം, അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് വായിക്കാം. കാരണം ക്ലാസ്സിന് മുമ്പ് വായിക്കുമ്പോൾ ഒരു പക്ഷേ മനസ്സിലായെന്ന് വരില്ല. നമ്മുടെ PG-ക്കാർക്ക് അറിയാം, PG-യുടെ സബ്ജക്ട് ക്ലാസ്സിന് മുമ്പ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, സിമ്പിൾ ആണ്. പക്ഷെ ഈ പാർട്ട് 3-ലെ പല യൂണിറ്റ്സും ക്ലാസ്സിന് മുമ്പ് ഒന്ന് വായിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാല് നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആകും. ക്ലാസ് ഇപ്പൊ കേട്ടിട്ട് നിങ്ങളോട് വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇറ്റ് വിൽ ബി മോർ ഈസി. സോ നെക്സ്റ്റ് പാരഗ്രാഫും അതിന്റെ അടുത്ത പാരഗ്രാഫും ഒരു ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പാരഗ്രാഫും ആ ഫ്ലോ ചാർട്ടിന് മുമ്പ് ഒരു 3 സെന്റൻസ് ഉണ്ട്, അതാരാ ഒന്ന് വായിക്കാം. പ്ലീസ്. For the child to self-build himself, he concluded that the child must possess within a predetermined psychic pattern, which is not visible at birth. She referred to them as the spiritual embryo. Montessori believed that for the psychic pattern to reveal itself, 2 conditions must be fulfilled. First, surroundings. He needs to collaborate with his environment to understand or come to terms with the limit of his universe. Second, he needs freedom to reveal himself. If these 2 conditions are absent, the psychic life of the child will not reach its potential and his personality will be stunned. Therefore, the child must also develop a sensitive period and an absorbent mind. Montessori described this spiritual embryo or the predetermined psychic pattern as a set of laws, the laws of natural development. These are the inborn powers which make the helpless human babies into the most powerful species on earth. Even though animal babies at birth തന്നെ കേപ്പബിൾ ആകുന്നു എന്ന് പറഞ്ഞാലും ഹ്യൂമൻ ബേബീസ് ഡിപ്പെൻഡന്റ് ആയി കുറച്ചു കാലം ജീവിച്ച് പിന്നെ അവർ ഇൻഡിപെൻഡന്റ് ആകാൻ തുടങ്ങുമ്പോൾ അവരൊരു പവർഫുൾ സ്പീഷീസ് ആയിട്ട് മാറുവാണ്, അല്ലെ, ദാൻ എനി അതർ ലിവിങ് തിങ്സ്. ഓക്കെ, അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം തന്നെയായിരുന്നു. അവർക്ക് അവരെ തന്നെ ബിൽഡ് ചെയ്യണം,
അവരുടെ ഒരു സെൽഫ്. കൊച്ചുകുട്ടികളാണെങ്കിലും അതൊരു ഇൻഡിവിജ്വൽ ആണ്. ആ കുട്ടിക്കും പേഴ്സണാലിറ്റി ഉണ്ട്. ആ കുട്ടിയുടെ ഇമോഷൻസിനെ ഫീലിങ്സിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. കൊച്ചുകുട്ടിയാന്ന് പറഞ്ഞിട്ട് അവരെ അങ്ങ് അവോയ്ഡ് ചെയ്യാം. ഞാൻ പറയുന്ന പോലെ കേട്ടാൽ മതി, ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. കാരണം എനിക്ക് എന്റെ പാരന്റ്സും അതുപോലെ തന്നെ എന്റെ ചില വളരെ അടുത്ത സുഹൃത്തുക്കളും എന്നെ ബ്ലെയിം ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്. ഞാൻ കുട്ടികൾ പറയുന്നത് കേൾക്കുന്നു, അതാണ് അവരെ എനിക്ക് ചാർജ് തന്ന ഒരു ബ്ലെയിം. പക്ഷെ ഞാൻ അത് ശ്രദ്ധിക്കാറില്ല. കാരണം കുട്ടികൾ പറയണ കേൾക്കണം എന്നുള്ളത് തന്നെ മനസ്സിൽ ഉറപ്പിച്ച ഒരാളാണ് ഞാൻ. കുട്ടികൾ പറയണത് കേൾക്കുന്നു. കുട്ടികളാണോ ഇതൊക്കെ തീരുമാനിക്കണ്ടേ? നമ്മളാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ എനിക്ക് നല്ല നല്ല ഡിസിഷൻസ് കുട്ടികളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ ചിലപ്പോ കൺഫ്യൂസ്ഡ് ആകുമ്പോൾ അവരോട് ചോദിക്കും, ഞാൻ ഇവിടെ എന്താ ചെയ്യണ്ടേ? അവർ വളരെ ക്ലാരിറ്റിയോട് കൂടി അതിനൊരു മറുപടി പറയും. അത് അവരുടെ ചൈൽഡ്ഹുഡ് അങ്ങനെയായിരുന്നു. ആ ചൈൽഡ്ഹുഡ് ഇങ്ങനെ ആ ഒരു ചൈൽഡ്ഹുഡിന്റെ അവരുടെ വളർച്ച അങ്ങനെ ആയതുകൊണ്ടാണ് അവർക്ക് ഡിസിഷൻ മേക്കിങ്ങിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് നമ്മൾ തടസ്സപ്പെടുത്തിയിട്ടില്ല. ഡിസിഷൻ മേക്കിംഗ് അവർക്ക് കുഴപ്പമില്ല. കാരണം ഈവൻ ദോ നമ്മൾ കൺഫ്യൂസ്ഡ് ആവുമ്പോഴും അവർ വളരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു ഡിസിഷൻ മേക്കിങ്ങിന്റെ കാര്യം. ആ ഒരു സൈക്കിക് പാറ്റേൺ, അവരുടെ സ്പിരിച്വൽ എംബ്രിയോയുടെ ഡെവലപ്മെന്റ് മോണ്ടിസോറി പറയുന്നത് ഈ സൈക്കിക് പാറ്റേൺ റിവീൽ ചെയ്യും. അതിന് നമ്മൾ പറഞ്ഞു 2 കണ്ടീഷൻസ് അതിന് വേണം. അതായിരുന്നു സറൗണ്ടിങ്സും അതുപോലെ തന്നെ ഫ്രീഡവും. പിന്നെ കുട്ടികളുടെ ഉള്ളിൽ തന്നെയുള്ള 2 കാര്യങ്ങൾ ഡെവലപ്പായി വരണം. സെൻസിറ്റീവ് പീരീഡും അതുപോലെ തന്നെ അവരുടെ അബ്സോർബൻ മൈൻഡും. അതാണ് ആ ഫ്ലോ ചാർട്ടില് താഴെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഫ്ലോ ചാർട്ടിൽ വരുന്നത്. കുട്ടികളുടെ പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ് അതൊരു ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ ലോ ഓഫ് വർക്ക്, ലോ ഓഫ് ഇൻഡിപെൻഡൻസ്, അങ്ങനെ പവർ ഓഫ് അറ്റൻഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിനെ കുറിച്ചാണ് നെക്സ്റ്റ് നമ്മളുടെ ടോപ്പിക്കിൽ. ഇത് ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ആ ഡെവലപ്മെന്റ് ഓരോന്നും എങ്ങനെയാണ് പോകുന്നത്, അതിന്റെ ലോ അതാണ് വരുന്നത്. പിന്നെ കണ്ടീഷൻസ് നെസസറി, പിന്നെ അതുപോലെ തന്നെ ഇന്റേണൽ എയ്ഡ്സ്, കുട്ടികളുടെ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന ഇന്റേണൽ ഡെവലപ്മെന്റ് എയ്ഡ്സ്, ആ കാര്യങ്ങൾ പറഞ്ഞത്. ഇത് ആണ് അവരുടെ ഡെവലപ്മെന്റ്. അവർക്ക് ആ ഒരു ഫ്രീഡം, ഇൻഡിപെൻഡൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവരെങ്ങനെയാണ് ഓരോരോ സ്റ്റേജിലൂടെ കടന്നു പോകുന്നത്, അവർ ഇൻഡിപെൻഡന്റ് ആകുന്നത്, അവർക്ക് കോൺസെൻട്രേഷൻ വരുന്നത്, അവരുടെ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യുന്നത്, പിന്നെ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റിയുടെ ഡെവലപ്മെന്റ്, ഇമോഷണൽ സ്പിരിച്വൽ ലൈഫിന്റെ ഡെവലപ്മെന്റ്, പിന്നെ അവരുടെ ഗ്രോത്തിന്റെ ഓരോ സ്റ്റേജസും. അതാണ് നെക്സ്റ്റ് നമുക്ക് ഇതിൽ പഠിക്കാനായിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, സോ ഈ ചാർട്ട് ഇമ്പോർട്ടന്റ് മാം? കുഴപ്പമില്ല. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇതിനകത്ത് ഈ പറഞ്ഞ കണ്ടീഷൻസും എയ്ഡ്സും ആണ് ഈ ബോക്സിൽ കാണുന്നത്, ഈ ഫ്ലോ ചാർട്ട്. അല്ല മാം, ടെക്സ്റ്റ് ബുക്കിൽ ക്ലിയർ ഇല്ല മാം, അങ്ങനെ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാനത് ഈ ഫ്ലോ ചാർട്ട് ഒന്നുകൂടെ പറയാം. ഓക്കെ, ഈ ഫ്ലോ ചാർട്ടിൽ കാണുന്ന ഈ ഒരു സംഭവമാണ് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഇത് ആണ് പറഞ്ഞത്, ഇതുമാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഓക്കെ, സോ നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ഉണ്ടോ? ഒരു കാര്യം ചോദിക്കാനാണ്. ഞാൻ ട്രെയിനി ആയിട്ട് ഇവിടെ അടുത്ത് സ്കൂളിൽ പോകുന്നുണ്ട്. LKG UKG ക്ലാസ്സിൽ ചെയ്യുന്നുണ്ട് ഇപ്പോ. അപ്പൊ നമ്മൾക്ക് അവിടെ ഇവിടെ നിന്ന് അയച്ചു തന്നിട്ടുള്ള നമ്മളിവിടെ പഠിക്കണയാണെന്നുള്ളതിന്റെ ഒരു തെളിവായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 സർട്ടിഫിക്കറ്റ് കൊണ്ട് കയ്യിലില്ല. നമ്മള് അറ്റൻഡൻസിന്റെ ഇതൊക്കെ നമ്മൾ അവിടെ പ്രിൻസിപ്പലിനെ ഏൽപ്പിക്കണം. എങ്ങനെയാണ് അതെങ്ങനെയാ ചെയ്യണേ? അറ്റൻഡൻസ് അവരെ കൊണ്ട് ഇനിഷ്യലൈസ് ചെയ്ത് വാങ്ങുക. പിന്നെ ഇതിനകത്തൊരു ഗ്രേഡ് ഷീറ്റ് പോലെ ഉണ്ട്, മാർക്ക് ഇടുന്നത് അല്ലേ? ഇന്റേൺഷിപ്പ് ഗ്രേഡ് ഷീറ്റ്. അത് നമ്മുടെ ഈ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് അവരെ കാണിച്ച് അവരപ്പ അതിനകത്ത് മാർക്ക് ഫില്ല് ചെയ്യുമ്പോൾ അവർക്ക് അറിയാം. ഫില്ല് ചെയ്തിട്ട് അവര് സൈൻ ചെയ്ത് സീൽ ചെയ്ത് തരും. ഈ അറ്റൻഡൻസിന്റെ ഷീറ്റ് നമ്മളിപ്പോ അപ്പൊ സാറ് പറഞ്ഞു കേട്ടോ, ഇങ്ങനെ അറ്റൻഡൻസിന്റെ ഷീറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ തന്നെ അറ്റൻഡൻസിന്റെ ഇത് വരച്ച് അറ്റൻഡൻസ് എത്ര ദിവസം നമ്മൾ വന്ന് അങ്ങനെയൊക്കെ ഉള്ളത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ അപ്പോഴാണ് ഇങ്ങനെ ഇത് പറഞ്ഞപ്പോ ഇതിങ്ങനെ അയച്ചു തന്നപ്പോ ഇത് പ്രിന്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് അറ്റൻഡൻസിന്റെ അപ്പൊ സാറിന് കൊടുക്കണമല്ലേ നമ്മള്? എവിടെ? നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സാറിനാണോ? ഇവിടെയാണോ? ഇൻസ്റ്റിറ്റ്യൂട്ടിലല്ല, നമ്മൾ പോണ സ്കൂളിൽ കൊടുക്കണം. അവരെ കൊണ്ട് ഡെയിലി ഇനീഷ്യലൈക്കാനായിട്ട് നോക്കും. പിന്നെ ചിലപ്പോൾ HM-നും പ്രിൻസിപ്പളിനും പറ്റിയില്ലെങ്കിൽ അവർ ചിലപ്പോൾ ഏതെങ്കിലും ടീച്ചർ അത് അസൈൻ ചെയ്ത് തരും.
ആയിക്കോട്ടെ. തിരക്കാണെങ്കിലേ അവർ ഏതെങ്കിലും കൺസേൺ ടീച്ചർ അസൈൻ ചെയ്തു തരാം, അപ്പൊ അവര് സൈൻ ചെയ്തു തരാം. ഓക്കെ. പിന്നെ ഏകദേശം എത്ര ദിവസമാണ് നമ്മളിങ്ങനെ പോണത് ഈ ഇന്റേൺഷിപ്പ് ആയിട്ട്? ടീച്ചിങ് പ്രാക്ടീസ് ഒരു 10 to 15 days ഒക്കെ മതി. നിങ്ങൾക്ക് കൂടുതൽ പ്രാക്ടീസ് വേണം, അവരെ കൂടുതൽ പെർമിറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവര് ഇനി വരാമോ എന്നൊക്കെ ചോദിക്കുവാണെങ്കിൽ ഡിപ്പെൻസ്. താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. മാം ഇത് ഇപ്പൊ ട്രെയിനിങ് പോവാത്തവര് എന്താ ചെയ്യണ്ടേ മാം? ലാസ്റ്റ് ക്ലാസ് ചോദിക്കണമെന്ന് വിചാരിച്ചതാ. ട്രെയിനിങ് പോകാത്തവരെന്ന് വെച്ചാൽ പോകാൻ തീരുമാനിച്ചിട്ടില്ല, മീൻസ് ഇനി പോകുന്നില്ല എന്നാണോ? നോ മാം, ഇപ്പൊ പോവാനി കഴിയാതെ ഇപ്പൊ ഇപ്പൊ ചെറിയ ചെറിയ കുട്ടികളില്ല, അവർക്ക് പോവാനി കഴിയാലോ മാം ഈ പ്രാക്ടിക്കൽ തുടങ്ങുമ്പോക്ക് എന്തായാലും. അപ്പൊ അവരെന്താ ചെയ്യണ്ടേ ഈ വൈവ ടൈമിക്ക്? വൈവയുടെ കാര്യമാണെങ്കിൽ നോ പ്രോബ്ലം. കാരണം വൈവ ഡ്യൂറിങ് ദ ടൈം ഓഫ് വൈവ ഒരു വിർച്വൽ പ്ലാറ്റ്ഫോം അങ്ങ് തരും, ഒരു 2-3 minutes ടീച്ചിങ് പ്രാക്ടീസ് ചെയ്ത് കാണിക്കാൻ. നിങ്ങളുടെ മുന്നിൽ കുട്ടികൾ ഇരിക്കുന്നു എന്ന് കരുതിയിട്ട് ഒരു ആക്ടിവിറ്റി അങ്ങനെ നമ്മൾ ചെയ്യിക്കാറുണ്ട്. ഓക്കെ. നോർമൽ ആയിട്ട് ഞമ്മ സ്കൂളിലേക്ക് ഇപ്പൊ ഇന്റർവ്യൂക്ക് പോയപ്പോ അവിടെ മുമ്പില് ടീച്ചേഴ്സുകളെ തന്നെ ഇരുത്തിച്ചിട്ട് പുള്ളങ്ങളെ മാതിരി ട്രീറ്റ് ചെയ്യാൻ പറയാം, അങ്ങനെ ചെയ്താലും മതി. യെസ്, അങ്ങനെ മതി. പിന്നെ ആക്ച്വലി ഞാൻ ട്രൈ ചെയ്തു മാം, സോറി മാം, ട്രൈ ചെയ്ത് ഞാൻ പോവാൻ ട്രെയിനിങ്, ബട്ട് ചെറുത് എന്തായാലും ആരെ കൈമോ കേൾക്കില്ല, അപ്പൊ പോവാനും പറ്റൂല മാം. അപ്പൊ ഞമ്മ വൈവന്റെ ടൈം ഞമ്മ നോർമലായിട്ട് മീൻസ് ടീച്ചേഴ്സുകളെ ഞമ്മ കൺവേർട്ട് ഇതാക്കിയാൽ മതി. ഞമ്മ ട്രെയിനിങ് പോകുന്ന മാതിരി പെർഫോം ചെയ്താലും പോരാ. മതി മതി, വൈവ ടൈമിൽ അത് മതി. ദാറ്റ്സ് എനഫ്. But for your growth, if you need like how to do teaching practice and I wish to do, അങ്ങനെ ഒരു ഫീൽ ഉണ്ടെങ്കിൽ എപ്പോഴാണ് കംഫർട്ടബിൾ അപ്പോൾ പോകാം. ടീച്ചിങ് പ്രാക്ടീസ് ഇല്ലാതെ തന്നെ ഇന്റർവ്യൂവിനൊക്കെ പോയി ജോബ് കിട്ടിയവരുണ്ട് കേട്ടോ, നോ പ്രോബ്ലം. ടീച്ചിങ് പ്രാക്ടീസിന് പോയി കഴിയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആണല്ലോ. നമ്മൾ ഈ മെത്തേഡ്സ് ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് പഠിക്കും, നമുക്കത് ഒബ്സർവേഷനിലൂടെ നമുക്ക് മനസ്സിലാകും കുട്ടികൾക്ക് അതിന്റെ റിസൾട്ട്, അവരുടെ റെസ്പോൺസ് എന്താന്നുള്ളത്. അതാണ് ടീച്ചിങ് പ്രാക്ടീസ്. നമ്മൾ ഈ മോണ്ടിസോറി മെത്തേഡ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുന്നു, നമ്മൾ പഠിച്ചതൊന്ന് അപ്ലൈ ചെയ്യണമല്ലോ എവിടെയെങ്കിലും. ഓക്കെ മാം. അപ്പൊ ഇത് തേർഡ് ചാപ്റ്റർ തുടങ്ങുമ്പോ തന്നെ പോണമെന്നില്ല, ഇത് കഴിയാനാകുമ്പോ പോയാലും പോരെ, മീൻസ് ലാസ്റ്റ് എൻഡ് ആകുമ്പോ? പാർട്ട് 3 ഓൾമോസ്റ്റ് മെത്തേഡ്സ് ഒക്കെ കഴിയുമ്പോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യാൻ. നമുക്ക് മെത്തേഡ് മനസ്സിലായല്ലോ, നമുക്കത് അപ്ലൈ ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ മാം, താങ്ക് യു. മാം, നമ്മുടെ ഈ അറ്റൻഡൻസ് ഷീറ്റും അതുപോലെ തന്നെ ഗ്രേഡിംഗ് ഷീറ്റും ഇവിടെ സബ്മിറ്റ് ചെയ്യേണ്ട, അതെങ്ങനെയാ സബ്മിറ്റ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടില്? ഇത് കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ മ്യൂട്ടാണ്. ടീച്ചിങ് പ്രാക്ടീസ് കഴിയുമ്പോൾ PROനെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് പറയുക, ഞങ്ങൾ ഇങ്ങനെ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തു, ഈ ഷീറ്റ്സ് എല്ലാം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും. സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഓക്കെ ദെൻ ബൈ. എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ. Thank you, ma'am. Okay, thank you. Thank you, ma'am. Thank you, ma'am. Thank you, miss. Thank you, miss.